ഹായ്, എല്ലാ കുട്ടികൾക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ നമ്മൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയും എക്സ്പ്ലനേഷൻ ആണ്. എങ്ങനെ ആൻസർ എഴുതണം, എത്ര മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എവിടം വരെ എഴുതണം, എന്തൊക്കെയായിരിക്കും അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യണം, ഇതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ ചെയ്തത് 17 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ 17 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഇത്ര മാർക്കിന് ചോദിച്ചാൽ നിങ്ങൾ എത്ര വരെ എഴുതണം, എന്തൊക്കെയായിരിക്കും അതിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകും. എക്സ്പ്ലനേഷൻസ് ആണ്. അപ്പം ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സൊല്യൂഷനിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ, മാസ് പെർസെൻറ്റേജ് ആണ്. അത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ചിലപ്പോൾ മൊളാലിറ്റി തരാം, അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ തരാം, അല്ലെങ്കിൽ മൊളാലിറ്റി തരാം. ആ ഇക്വേഷനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പോൾ മൊളാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, ഇവിടെ എഴുതാം. ഓക്കെ, മൊളാരിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് നമ്മൾ നോർമലി എന്തിനു വേണ്ടി പഠിക്കുന്നത്, മൊളാരിറ്റി ഇക്വേഷനായിട്ട് പഠിക്കുന്നത് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. ഈ നമ്പർ ഓഫ് മോൾസ് ക്യാപിറ്റൽ എം ആണ് നമ്മൾ മൊളാരിറ്റിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. എങ്ങനെ റീഅറേഞ്ച് ചെയ്യുന്നത്, വെയിറ്റ് ഓഫ് സൊല്യൂട്ടിനെ ഞാൻ W2, രണ്ടാമത്തെ ആളെയാണ് സൊല്യൂട്ട് എന്ന് വിളിക്കുന്നത്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് ഇക്വേഷൻ. അപ്പം മൊളാരിറ്റിയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ മൊളാരിറ്റിയുടെ ക്വസ്റ്റ്യനോട് എഴുതുന്നത്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. സോ മൊളാരിറ്റി ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു അല്ലേ വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. അപ്പോൾ ഞാൻ സൊല്യൂട്ട് എന്ന് എഴുതുകയാണ്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ അല്ലേ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പം നമുക്ക് സൊല്യൂട്ടിൻ്റെ വെയിറ്റും സൊല്യൂട്ടിൻ്റെ മോളാർ മാസും വോളിയം ഒക്കെ തരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് സൊല്യൂട്ട് ആരാണെന്ന് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യനകത്ത് NaCl എന്ന് പറയുകയാണ് സൊല്യൂട്ട്. അങ്ങനെയാണെങ്കിൽ അവർ മോളാർ മാസ് തരത്തില്ല. കാരണം NaClൻ്റെ മോളാർ മാസ് നിങ്ങൾ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുന്നത്, എണ്ണയുടെ മോളാർ മാസും Clൻ്റെ മോളാർ മാസും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ NaClൻ്റെ മോളാർ മാസായി. അപ്പം അങ്ങനെ ചോദിക്കാം. അപ്പം മൊളാരിറ്റി കണ്ടുപിടിക്കാൻ പറയാം. അപ്പം വെയിറ്റ് തരും, ഇത്ര വെയിറ്റ് NaCl എടുക്കുന്നു എന്ന് പറയും, ഇത്ര ലിറ്റർ സൊല്യൂഷൻ ആണെന്ന് പറയും. ചിലപ്പം ലിറ്ററിന് പകരം മില്ലി ലിറ്റർ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ തരാം. അപ്പം നിങ്ങൾ മുകളിൽ ഒരു 1000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. ഇവിടെ മില്ലി ലിറ്ററിലാണ് തരുന്നതെങ്കിൽ മുകളിൽ ഒരു 1000 കൊണ്ട് ഇൻറ്റു ചെയ്യും. അത്രയും മാത്രം ആലോചിച്ചാൽ മതി. അപ്പം ഇതിനകത്ത് ചിലപ്പോൾ നമുക്കിതാ മൊളാരിറ്റി ഓഫ് സൊല്യൂട്ട് ആയിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മൊളാരിറ്റിയും വെയിറ്റും വോളിയും ഒക്കെ തരും. ഏതിൽ ഒരെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും. അത് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കി ചെയ്തിട്ട് വേണം പോകാനായിട്ട്. എങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് മൊളാരിറ്റി. സുഖമായിട്ട് കിട്ടും. ഇതേ കണക്കൊരു ഇക്വേഷൻ തന്നെയാണ് നമുക്ക് മൊളാലിറ്റിക്കും വരുന്നത്. സോ ഞാൻ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് വായിക്കുകയാണ്. ഓക്കെ, സോ ഇതേ ഒരു ബേസ് ഒരു ഇക്വേഷൻ തന്നെയാണ് ആർക്കും വരുന്നത്, നമ്മുടെ മൊളാലിറ്റിക്കും വരുന്നത്. അപ്പം ഞാൻ ഇക്വേഷൻ ഡയറക്റ്റായിട്ട് എഴുതാം. മൊളാലിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്മാളം, ക്യാപിറ്റൽ എമ്മിന് പകരം സ്മാളം ആണ്. സ്മാളം ഇസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെ, വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഓക്കെ ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്, അതായത് സോൾവെൻ്റ് വെയിറ്റിൽ എന്തിലെടുക്കണം, കിലോഗ്രാമിൽ എടുക്കണം. സോൾവെൻ്റ് വെയിറ്റ് കിലോഗ്രാമിൽ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, മൊളാലിറ്റി വരുന്നത്. അതായത് വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്ററിന് പകരം ഇവിടെ കിലോഗ്രാം ഓഫ് സോൾവെൻ്റ് ആണ്. ബാക്കിയുള്ളതിനൊന്നും വ്യത്യാസമില്ല. അപ്പം പിന്നെ പഠിക്കാനും എളുപ്പമാണ്. കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ് പഠിക്കാനും എളുപ്പമാണ് രണ്ടും തമ്മിൽ. ഇത് ക്യാപിറ്റൽ എം ആണ്, ഇത് സ്മാൾ എം ആണ്. പിന്നെ ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് മോളാർ എന്നാണ്, മോളാർ. ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് മോളാൽ എന്നാണ്, മോളാർ. അതാണ് വ്യത്യാസം. കാരണം ഈ ടേം വെയിറ്റ് ഓഫ് സൊല്യൂട്ട്, മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, അത് രണ്ടുപേർക്ക് സെയിം ആണ്. പിന്നെ ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ്റെ വോളിയമാണ്, ഇവിടെ സോൾവെൻറ്റിൻ്റെ വെയിറ്റ് ആണ്. അത്രയുള്ള വ്യത്യാസം വരുന്നത്. ഇവിടെ അതേ കണക്ക് തന്നെ ചിലപ്പോൾ മൊളാലിറ്റി ചോദിക്കാം, അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് ചോദിക്കാം, അല്ലെങ്കിൽ സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ചോദിക്കാം. ഏതാണോ ചോദിക്കുന്നത് അതൊഴികെയുള്ള ബാക്കി എല്ലാവരുടെയും ആൻസർ ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും, അല്ലെങ്കിൽ ബാക്കി എല്ലാവരുടെയും വാല്യൂ ക്വസ്റ്റ്യനകത്ത് തന്നെ കാണും. അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട്. കാരണം ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ വരുന്നത് മോൾ ഫ്രാക്ഷനാണ്.
മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്ന കൈ എന്നാണ് മോൾ ഫ്രാക്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ കമ്പോണന്റ്, ഒരു കമ്പോണന്റിന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു 100. അതായത് നമുക്ക് പെർസെൻറ്റേജിലാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പെർസെൻറ്റേജിലല്ല ചോദിക്കുന്നത് കുഴപ്പമില്ല. മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജിലും ചോദിക്കാം അല്ലാതെയും ചോദിക്കാം. എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ആരുടെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമുക്ക് 2 പേര് കാണും, 2 പേരിൽ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ 3 പേര് കാണും, 3 പേരിൽ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും കണ്ടുപിടിക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ 4 പേര് കാണും, 4 പേരിൽ ഒരാളുടെ മോൾ ഫ്രാക്ഷൻ ആയിരിക്കും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നത്. ആരുടെ ആയാലും ആരുടെയാണോ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത് അയാളുടെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ ടോട്ടൽ എത്ര പേരുണ്ടോ ഇൻക്ലൂഡിങ് അയാൾ. ഇപ്പം 2 പേരുണ്ട്, ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണ് മോൾ ഫ്രാക്ഷൻ. പിന്നെ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഞാൻ NaCl ആണ് എൻ്റെ സൊല്യൂട്ട്, അത് 60% എടുക്കുന്നു. 60% എന്ന് പറഞ്ഞാൽ 60 ഗ്രാം NaCl എടുക്കുന്നു എന്നുള്ള മീനിങ് ആണ്. അതാണ് മാസ് പെർസെൻറ്റേജ് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുമെന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പം ചിലപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് പറയുന്നത് NaCl ഞാൻ ഇത്ര സൊല്യൂട്ടിൻ്റെ വെയിറ്റ് ഇത്രയെന്ന് വേണ്ടേ, വെയിറ്റ് തരുത്തില്ല, അതിനാണ് പെർസെൻറ്റേജ് തരും. 60% NaCl ഞാൻ എടുക്കുകയാണ്, 60% NaCl ആണ് ഞാൻ എടുക്കുന്നത്, അതിൻ്റെ മൊളാരിറ്റി എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ 60% എന്ന് പറയുമ്പോഴത്തേക്ക് 60 ഗ്രാം ആക്കി നിങ്ങൾ എടുക്കണം. അത്രയും മാത്രം ആലോചിച്ചാൽ മതി. സോ ഈ 3 സെക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊളാരിറ്റി, മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ. അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഹെൻറീസ് ലോയും റൗൾസ് ലോയും അതിൻ്റെ ആപ്ലിക്കേഷനുമാണ്. ഹെൻറീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ്. ഇവിടെയും പ്രഷർ ഓഫ് എ ഗ്യാസ്, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ്. രണ്ടും ഒരേ ഇക്വേഷൻ തന്നെയാണ് അല്ലേ. ഇവിടുത്തെ വരുന്നതെന്ന് പറയുന്നത് P=KH × കൈ ആണ് അല്ലേ, മോൾ ഫ്രാക്ഷൻ. ഇവിടെ വരുന്നത് P=P0 × കൈ ആണ്. ഇതാണ് വ്യത്യാസം വരുന്നത് അല്ലേ. ഇവിടെ രണ്ടിടത്തും P ആണ്, ഇവിടെ P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആണ്, ഇവിടെയും പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ, ഇവിടെയും പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. പക്ഷേ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ കൊടുക്കുന്ന KH ഹെൻറീസ് കോൺസ്റ്റന്റ്, ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ കൊടുക്കുന്നത് എന്താ, പാർഷ്യൽ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് പാർഷ്യൽ പ്രഷർ. ഓക്കെ, അപ്പോൾ ഹെൻറീസ് ലോയും റൗൾസ് ലോയും എന്താണ് ഡെഫിനിഷൻ എന്ന് പഠിച്ചു വെച്ചേക്കുക. അവിടെ പറയുന്നത് പ്രഷർ ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഇവിടെ പറയുന്നത് ഫോർ വോളറ്റൈൽ ലിക്വിഡ്സ് പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് ഹെൻറീസ് ലോയ്ക്ക് നമ്മൾ 3 ആപ്ലിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ കേസ്, 2 മൗണ്ടൻ ക്ലൈംബേഴ്സിൻ്റെ കേസ്, 3 സോഡ വാട്ടർ. ഈ 3 ആപ്ലിക്കേഷനും പഠിച്ചു വെച്ചേക്കുക. കാരണം 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ, 1 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഹെൻറീസ് ലോ എന്താണെന്ന് ഡെഫിനിഷൻ എഴുതുക, അതിൻ്റെ ഇക്വേഷൻ മാത്രം എഴുതി വെക്കുക, വേറെ ഒന്നും എഴുതാൻ നിൽക്കരുത്. 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഹെൻറീസ് ലോ എഴുതുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിനുശേഷം അതിൻ്റെ ആപ്ലിക്കേഷനും കൂടെ എഴുതി വെക്കുക. 3 ആപ്ലിക്കേഷൻ, സ്ക്യൂബ ഡൈവേഴ്സ്, ദെൻ മൗണ്ടൻ ക്ലൈംബേഴ്സ്, ദെൻ സോഡ വാട്ടർ. ഇത് 3 ഹെൻറീസ് ലോ ബേസ് ചെയ്യുന്നതാണ്. റൗൾസ് ലോ ആണെങ്കിൽ 1 മാർക്കിന് ചോദിച്ചാൽ റൗൾസ് ലോയുടെ ഡെഫിനിഷൻ എഴുതുക, റൗൾസ് ലോയുടെ ഇക്വേഷൻ എഴുതുക, P=P0 × കൈ. അതിനുശേഷം അതിന് ആപ്ലിക്കേഷൻ നമ്മൾ വരുന്നില്ല, അതിൻ്റെ ആപ്ലിക്കേഷൻ സെക്ഷൻ അല്ല നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൊല്യൂഷൻസിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനും. അതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഒരു ആപ്ലിക്കേഷൻ അല്ല, അത് ആ ലോയെ ബേസ് ചെയ്ത് നമ്മൾ സൊല്യൂഷൻസിനെ അല്ലെങ്കിൽ വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്സിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അത് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ സൊല്യൂഷനുമാണ്. അപ്പോൾ ഒരിക്കലും റൗൾസ് ലോയുടെ ആപ്ലിക്കേഷൻ അവർ ചോദിക്കാറില്ല. റൗൾസ് ലോ ചോദിച്ചാൽ എന്താണ് റൗൾസ് ലോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. മിനിമം 1 മാർക്ക്, അതിനപ്പുറത്തോട്ട് നമുക്ക് റൗൾസ് ലോ ചോദിച്ചിട്ടില്ല. പക്ഷേ ഹെൻറീസ് ലോ അങ്ങനല്ല. 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഈ സമയത്തെല്ലാം 1 മാർക്കിന് ചോദിച്ചാൽ ഹെൻറീസ് ലോ എന്താണ് ഇക്വേഷൻ മാത്രം, 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചാൽ ഹെൻറീസ് ലോ എന്താണ്, ആപ്ലിക്കേഷൻ എന്താണ്. 3 മാർക്കിന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. 2 മാർക്കിന് ചോദിച്ചാൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് മാത്രം എഴുതി വെച്ചാൽ മതി. അതാണ് ഹെൻറീസ് ലോയും റൗൾസ് ലോയും. മൂന്നാമത് വരുന്നത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കുന്നൊരു സെക്ഷൻ തന്നെയാണ്. റൗൾസ് ലോയുടെ റൗൾസ് ലോയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ്, റൗൾസ് ലോ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻസിനെ ഐഡിയൽ എന്നും നോൺ ഐഡിയൽ എന്നും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആൾക്കാരാണ്, നോൺ ഐഡിയൽ എന്ന് പറഞ്ഞാൽ റൗൾസ് ലോ ഒബേ ചെയ്യാത്ത ആൾക്കാരാണ്. അതായത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഞാൻ മുകളിലോട്ട് മായ്ക്കുകയാണ്, അപ്പോൾ എനിക്ക് കുറച്ച് നിങ്ങൾക്ക് ഒന്ന് എഴുതാൻ പറ്റും, അതിനുവേണ്ടിയാണ് ഞാൻ മുകളിലോട്ട് മായ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും, നിങ്ങൾക്കും അത് ഓക്കെ ആയിരിക്കും.
അപ്പം 2 ടോപ്പിക്ക് കഴിഞ്ഞ ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ വരുന്നത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. അതിൽ ഐഡിയൽ സൊല്യൂഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷന്. അതിൻ്റെ പി എന്ന് പറയുന്നത് P0A P0 കൈ ആയിരിക്കും അല്ലെ. PA ആണെങ്കിൽ P0A കൈ A ആയിരിക്കും. ഇതിൻ്റെ ഡെൽറ്റ എച്ച് മിക്സും അല്ലെ ഡെൽറ്റ വി മിക്സും എന്തിന് ഈക്വൽ ആയിരിക്കും? 0ക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷൻ റൗൾസ് ലോ ഒബേ ചെയ്യും. അതിൻ്റെ PA എന്ന് പറയുന്ന P0A കൈ ആയിരിക്കും, PB എന്ന് പറയുന്ന P0B കൈ ആയിരിക്കും. A സോൾവെന്റ് B സൊല്യൂട്ട്, അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും 0 ആയിരിക്കും. മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ചും മിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോളിയം ചേഞ്ചും 0 ആയിരിക്കും. അതായത് മിക്സ് ചെയ്യുമ്പോൾ എൻതാൽപ്പിക്കോ വോളിയത്തിനോ ചേഞ്ച് വരുത്തില്ല. അതാണ് ഐഡിയൽ സൊല്യൂഷൻ. എന്നാൽ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ നമുക്കില്ല. നമുക്കുള്ളത് നോൺ ഐഡിയൽ സൊല്യൂഷനാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഒബേ ചെയ്യുന്നില്ല? റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ PA ഒരിക്കലും നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റത്തില്ല? P0A കൈ A എന്ന് എഴുതാൻ പറ്റത്തില്ല. PB നമുക്ക് ഒരിക്കലും എന്തെന്ന് എഴുതാൻ പറ്റത്തില്ല? P0B കൈ B എന്ന് എഴുതാൻ പറ്റത്തില്ല, ഈക്വൽ ആയിരിക്കത്തില്ല. പിന്നെ ഡെൽറ്റ എച്ച് മിക്സിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സിന്റെ വാല്യൂ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഇങ്ങനെ വരാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് സോൾവെന്റ് ഇൻട്രാക്ഷൻ, അത് മസ്റ്റായിട്ട് ഇവിടെ എന്ന് പറയുന്നത് സോൾവെന്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ ഈസ് ഈക്വൽ ടു ഇൻട്രാക്ഷൻ, അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഈസ് ഈക്വൽ ടു സോൾവെന്റ് പ്ലസ് സൊല്യൂട്ട്. ഇവിടെ സോൾവെന്റും സൊല്യൂട്ടും കൂടി ഇൻട്രാക്ട് ചെയ്യുന്നത് സോൾവെന്റും ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെയും സൊല്യൂട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനും കൂടി ഈക്വൽ ആയിരിക്കും. എന്നാൽ ഇവിടെ അത് ഈക്വൽ ആയിരിക്കത്തില്ല. സോൾവെന്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷനും സോൾവെന്റ് ഇൻട്രാക്ഷനും ഈക്വൽ ആയിരിക്കത്തില്ല. അപ്പോഴാണ് നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷൻ ആവുന്നത്. ഈ കണ്ടീഷൻ മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതിന് 2 എണ്ണം ഉണ്ട്, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവ് ഡീവിയേഷൻ ആകുമ്പോൾ ഇതെല്ലാം ഗ്രേറ്റർ ആവും, പോസിറ്റീവ് കൂടും. അതായത് ഡെൽറ്റ എച്ച് മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആവും, ഡെൽറ്റ വി മിക്സ് ഗ്രേറ്റർ ദാൻ 0 ആവും, PA ഗ്രേറ്റർ ദാൻ P0A കൈ A ആവും, PB ഗ്രേറ്റർ ദാൻ P0B കൈ B ആവും. എല്ലാം എന്താവും? ഗ്രേറ്റർ വാല്യൂസ് ആവും. അപ്പം നെഗറ്റീവ് ഡീവിയേഷൻ ആകുമ്പോഴോ ഇതെല്ലാം ലെസ് ദാൻ 0 ആവും. ഇത്രയുള്ള വ്യത്യാസം. പിന്നെ സോൾവെന്റ് സൊല്യൂട്ട് ഇൻട്രാക്ഷൻ്റെ കേസും കൂടെ പഠിച്ചു വെച്ചേക്കാം. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ നോക്കേണ്ടത് എക്സാമ്പിൾസ് ആണ്. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ ഏതൊക്കെ എക്സാമ്പിൾ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ ഏതൊക്കെ എക്സാമ്പിൾ ഉണ്ട്, ഇത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരാൾ തന്നിട്ട് ചിലപ്പം എന്താണ് ഐഡിയൽ സൊല്യൂഷൻ, എന്താണ് നോൺ ഐഡിയൽ സൊല്യൂഷൻ 1 മാർക്കിന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. റൗൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ഐഡിയൽ സൊല്യൂഷനും റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻ നോൺ ഐഡിയൽ സൊല്യൂഷനും. നോൺ ഐഡിയൽ സൊല്യൂഷൻ 2 ടൈപ്പ് ഉണ്ട്, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. എഴുതി വെച്ചാൽ മാത്രം മതി. എന്നാൽ അങ്ങനെ അല്ലാതെ 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. മസ്റ്റാണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് ഐഡിയലും നോൺ ഐഡിയലും. ഓക്കെ, എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോണേ. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേഷൻ ആണ്. ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട് റിവേഴ്സ് ഓസ്മോസിസ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോർമൽ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തോട്ടാണ്. എന്നാൽ അത് ഓസ്മോട്ടിക് പ്രഷർ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടിയ സ്ഥലത്തോട്ട് മൂവ് ചെയ്യും. അതാണ് റിവേഴ്സ് ഓസ്മോസിസ്. നമ്മൾ ഈ പരസ്യമൊക്കെ കാണത്തില്ലേ, മറ്റേ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വെള്ളം മറ്റേ വാട്ടർ പ്യൂരിഫയർ, അതിനകത്ത് RO എന്ന് എഴുതിയേക്കും, ROUV എന്ന് എഴുതിയേക്കും. RO എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ്. ഓക്കെ, അപ്പം ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കാൽക്കുലേഷനും അസിയോട്രോപ്സും. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓസ്മോട്ടിക് പ്രഷർ π = N/V/RT. ഇറ്റ് മസ്റ്റ് ആണ്. π ആണ് ഓസ്മോട്ടിക് പ്രഷർ, N നമ്പർ ഓഫ് മോൾസ്, V വോളിയം, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ. അതിനകത്ത് π ആയിരിക്കും നമുക്ക് ചോദിക്കുന്നത്. അപ്പം N-ഉം V-യും പിന്നെ R-ഉം T ഒക്കെ നമുക്ക് തരും. R തരേണ്ട കാര്യം നമുക്കില്ല, ടെമ്പറേച്ചർ ക്വസ്റ്റിനകത്ത് കാണും, അതിനെ കെൽവിനിലോട്ട് മാറ്റിയിട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ അസിയോട്രോപ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സും ഉണ്ട്. രണ്ടിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കാം. എന്താണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്, എന്താണ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് എന്നുള്ള ആ എക്സാമ്പിൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. അപ്പം ഓസ്മോട്ടിക് പ്രഷർ കാൽക്കുലേഷനും അസിയോട്രോപ്സ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൽ π ആയിരിക്കും കണ്ടത്. π ആണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. N-ൻ്റെയും V-യുടെയും T-യുടെയും ഒക്കെ വാല്യൂ തരും. R-ൻ്റെ വാല്യൂ തരണ്ട, 8.314 ആണ്. അപ്പോൾ അത് കൊടുക്കുക, ചെയ്യാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ്. പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് നമുക്ക് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്.
അല്ലേ? ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ അല്ലേ, റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ, ദെൻ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് അല്ലേ, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്, ദെൻ ഓസ്മോട്ടിക് പ്രഷർ. ഈ ഓരോന്നിൻ്റെയും ഇക്വേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. അതായത് ഇക്വേഷൻ മാത്രം, വേറെ ഒന്നും നിങ്ങൾ നോക്കണം. ആ ഫൈനൽ ഇക്വേഷനില്ലേ, നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫൈനൽ ഇക്വേഷനിൽ ബോക്സിനകത്തൊക്കെ ആക്കി നിങ്ങൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫൈനൽ ഇക്വേഷൻ മാത്രം നോക്കിയിട്ട് പോകും, വേറൊന്നും നിങ്ങൾ നോക്കണ്ട. ഫൈനൽ ഇക്വേഷൻ കാണാതെ പഠിച്ചിട്ട് പോകും. അത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ടിൻ്റെ ബേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം അത്രയ്ക്കും സിമ്പിളാണ്. ഡയറക്റ്റായിട്ട് ഇക്വേഷൻ കൊടുക്കുക, ഡയറക്റ്റായിട്ട് ചെയ്യുക. ഇതേവരെ നമുക്ക് CBSE ആയാലും എന്തിനായാലും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളൂ. ഡയറക്റ്റായിട്ട് ചോദിക്കാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് മസ്റ്റായിട്ടും അതിൻ്റെ പ്രോബ്ലംസ് കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോകും. അത്രയ്ക്കും സിമ്പിളാണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന വാൻ ഹോഫ് ഫാക്ടർ I ആണ്. ഈ വാൻ ഹോഫ് ഫാക്ടർ I എന്ന് പറയുന്നത് ഈ ഓരോ ആൾക്കാരുടെയും മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് മോളിക്കുലാർ മാസ് കിട്ടില്ല. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ സോൾവെൻറ്റ് മോളിക്യൂളിനകത്തോട്ട് സൊല്യൂട്ടിനെ, ഈ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. സൊല്യൂട്ട് ഇപ്പം ആ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും മാറും. കാരണം കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോൾസിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റിലേറ്റീവ് ലോവറിങ് വേപ്പർ പ്രഷർ, എലിവേഷൻ, ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ, ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ, ഇതിലേതെങ്കിലും വെച്ചിട്ട് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് തെറ്റ് വരാം. അതിന് കാരണം ഈ സോൾവെൻറ്റിനകത്തോട്ട് നമ്മൾ സൊല്യൂട്ടിനെ ആഡ് ചെയ്യുമ്പോൾ, സൊല്യൂട്ടിൻ്റെ ആണല്ലോ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മളൊരു 10 സൊല്യൂട്ടിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 എണ്ണത്തിനെ ആയിരിക്കും കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 എണ്ണം ചിലപ്പോൾ ഈ സൊല്യൂട്ടിനകത്ത് ഒരുമിച്ച് ചേർന്ന് 5 ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഈ 10 എണ്ണവും ഡീകമ്പോസ് ചെയ്ത് 20 എണ്ണമായിട്ട് മാറാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പം അസോസിയേഷനോ ഡിസോസിയേഷനോ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നതിൽ തെറ്റ് വരും. ആ തെറ്റ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഇത് വാൻ ഹോഫ് ഫാക്ടർ I. അപ്പോൾ ഇതിൻ്റെ എല്ലാ മോളാർ മാസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഇക്വേഷനകത്ത് I എന്ന് പറയുന്ന ടേമും കൂടെ റൈറ്റ് സൈഡിൽ കൊടുക്കണം. Iയുടെ വാല്യൂ ക്വസ്റ്റ്യനകത്ത് തരും. അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതാണ് വാൻ ഹോഫ് ഫാക്ടർ I. ഈ 6 ടോപ്പിക്കാണ് നമുക്ക് സൊല്യൂഷൻ എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവുക, നിങ്ങൾ വേറൊന്നും ഇതാക്കണ്ട. ഇത്രയും പഠിച്ചിട്ട് പോവുക. ഈ 6 കാര്യങ്ങളും ടോപ്പിക്കിനകത്ത് വേണം. അത്രയേ ഉള്ളൂ സംഭവം, വേറൊന്നുമില്ല. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോവാണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നൊരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത സെക്ഷനിലോട്ടാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രി ആണ്. അപ്പം ഇലക്ട്രോ കെമിസ്ട്രി ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗാൽവനിക് സെൽ. ഗാൽവനിക് സെല്ലിൽ നമ്മൾ എക്സാമ്പിളായിട്ട് ഡാനിയൽ സെല്ലാണ് പഠിക്കുന്നത് അല്ലേ. ഡാനിയൽ സെല്ലിൽ ആനോഡെന്ന് പറയുന്നത് സിങ്കും കാഥോഡെന്ന് പറയുന്നത് കോപ്പറുമാണ്. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് Zn2+ 2 ഇലക്ട്രോണായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കാഥോഡിൽ Cu2+ 2 ഇലക്ട്രോണിനെ മേടിച്ച് Cu ആവും. ഇതാണ് ഡാനിയൽ സെൽ. അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ ചോദിച്ചാൽ, ഡാനിയൽ സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ എഴുതാൻ ചോദിച്ചാൽ ഇങ്ങനെ എഴുതാം. സെൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്ന? ആനോഡ് / കാഥോഡ്. ഈ ഡബിൾ സ്ലാഷിൻ്റെ മീനിങ് സാൾട്ട് ബ്രിഡ്ജ് എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതണം? ആദ്യം ആനോഡിൽ എന്താ നടക്കുന്നത്? Zn എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? Zn2+. Zn2+ എവിടെ ഇരിക്കുന്ന? അക്വ സൊല്യൂഷൻ. അയോൺസ് എല്ലാം സൊല്യൂഷനകത്താണ്. Cu2+ എവിടെ ഇരിക്കുന്ന? അക്വസിൽ. അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? C. ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. ഇതാണ് ഡാനിയൽ സെല്ല്, ഇതാണ് റെപ്രസെൻറ്റേഷൻ. എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ് 1 മാർക്കിന് ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഒരു മാർക്കിന് ചോദിക്കാൻ പറ്റുമോ? അപ്പം മസ്റ്റായിട്ടും ഡാനിയൽ സെല്ലും അതിൻ്റെ റെപ്രസെൻറ്റേഷനും പഠിച്ചിട്ട് പോവാം. പിന്നെ ചോദിക്കുന്നത് നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ക്വസ്റ്റ്യൻ തിരിഞ്ഞു പോകരുത്. ഇത് ഡാനിയൽ സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷനും ഇത് ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷനുമാണ്. ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ E cell is equal to E0 cell minus 0.0591 divided by 2 log concentration of Zn2+ divided by concentration of Cu2. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ. ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ. ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഏതാണോ ചോദിക്കുന്നത് അത് വേണം ആൻസർ ചെയ്യാൻ, അല്ലാതെ തെറ്റിച്ച് വെക്കരുത്. അപ്പം ഗാൽവനിക് സെല്ല്, അതിനകത്ത് ഡാനിയൽ സെല്ല് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ആനോഡും കാഥോഡും റിയാക്ഷനും പഠിച്ച് വെച്ചേക്കുക. സെൽ റെപ്രസെൻറ്റേഷൻ നോക്കുക. നേൺസ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെല്ല് നോക്കി വെച്ചേക്കുക. ഓക്കെ, അതിനുശേഷം
റിലേഷൻ ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ, അത് നമ്മുടെ ഐൻസ്റ്റീൻ്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ പറയുന്നത്. ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലാംഡ എം ഇസ് ഇക്വൽ ടു കെ ഡിവൈഡഡ് ബൈ സി ആണ്, അല്ലേ? ഈ യൂണിറ്റ് വരുന്നത് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോൾ ആണ്. അതിനകത്ത് കെ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്, കണ്ടക്ടിവിറ്റി. ലാംഡ എം എന്ന് പറയുന്നത് മോളാർ കണ്ടക്ടിവിറ്റിയാണ്, കണ്ടക്ടിവിറ്റി. സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ്, അല്ലേ? സി എന്ന് പറയുന്നത് കോൺസെൻട്രേഷനാണ്. ഈ ലാംഡ എം വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് പ്രോബ്ലംസ്, കേട്ടോ, വിത്ത് പ്രോബ്ലംസ്. അപ്പോൾ പ്രോബ്ലംസും കൂടെ അതിനകത്തുണ്ട്. അപ്പം ലാംഡ എം ഇസിക്കലി കെ ബൈ സി ആണ്. ഈ ലാംഡ എമ്മിൻ്റെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മോളാണ്. കെ കണ്ടക്ടിവിറ്റി ആണ്, ലാംഡ എം മോളാർ കണ്ടക്ടിവിറ്റി, സി കോൺസെൻട്രേഷൻ. ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിന് നിങ്ങൾ കെയുടെ യൂണിറ്റ് നോക്കണം. കെയുടെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ സ്ക്വയർ, കെയുടെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, സീമൻ മീറ്റർ ഇൻവേഴ്സ്. കെയുടെ യൂണിറ്റ് സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ ലാംഡ എം ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു 1000 ബൈ സി. സീമൻ മീറ്റർ ഇൻവേഴ്സ് ആണെങ്കിൽ ലാംഡ എം ഇസ് ഇക്വൽ ടു കെ ഇൻറ്റു 1000 ബൈ സി, 1000 ഇൻറ്റു സി. ഇതാണ് വ്യത്യാസം. അപ്പം കെ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്, നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റി ചോദിക്കും. ക്വസ്റ്റ്യനകത്ത് കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷനും ഒക്കെ തരും. കോൺസെൻട്രേഷൻ പറഞ്ഞാൽ മോളാർ എന്ന് പറഞ്ഞ് തരുന്നത് കോൺസെൻട്രേഷൻ ആയിരിക്കും, മോളാർ, അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ എന്ന് പറഞ്ഞ് തരും. അത് കോൺസെൻട്രേഷനാണ്. ആ ടേം കോൺസെൻട്രേഷനാക്കി എടുക്കുക. യൂണിറ്റ് വരുന്നത് മോളാർ അല്ലെങ്കിൽ മോൾ പെർ ലിറ്റർ എന്ന യൂണിറ്റ് തരുന്നത് കോൺസെൻട്രേഷനാക്കി എടുക്കുക. പിന്നെ കണ്ടക്ടിവിറ്റി ക്വസ്റ്റ്യനകത്ത് അവർ തരും. ലാംഡ മോളാർ കണ്ടക്ടിവിറ്റിയാണ് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടക്ടിവിറ്റി വേണം. ആ കണ്ടക്ടിവിറ്റി യൂണിറ്റ് ഇതിൽ ഏതാണോ നോക്കുക. സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നാണോ, സീമന് പകരം ഓം ഇൻവേഴ്സ് എന്ന് എഴുതാറുണ്ട്, കേട്ടോ. ഓം ഇൻവേഴ്സിനാണ് നമ്മൾ സീമൻ എന്ന് വിളിക്കുന്നത്. അപ്പം സീമൻ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നോ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്നോ കണ്ടു കഴിഞ്ഞാൽ 1000 മുകളിൽ കൊടുക്കുക. സീമൻ മീറ്റർ ഇൻവേഴ്സ് എന്നോ ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്നോ കണ്ടാൽ 1000 താഴെ കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് സ്ഥിരം പ്രോബ്ലം ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് റിലേഷൻ ബിറ്റ്വീൻ കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. ലാംഡ എം ഇസ് ഈക്വൽ ടു ലാംഡ 0 എം മൈനസ് ബി റൂട്ട് സി. ഇതാണ് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി തമ്മിലുള്ള റിലേഷൻ. ഇത് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റി തമ്മിലുള്ള റിലേഷൻ, അതിൻ്റെ പ്രോബ്ലംസ്. ഇത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയും കണ്ടക്ടിവിറ്റിയും തമ്മിലുള്ള അത് സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. ഇത് വെച്ചിട്ട് നമ്മൾ 2 ഗ്രാഫ് വരയ്ക്കാറുണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ. ഓർമ്മയുണ്ടോ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് നമ്മൾ ഇങ്ങനെ വരയ്ക്കും, നമുക്ക് ഇങ്ങനെ ഗ്രാഫ് കിട്ടും. ഈ ഗ്രാഫിനെ എക്സ്ട്രാപ്ലേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് ലാംഡ 0 എം കിട്ടും. ഇവിടെ ലാംഡ എമ്മും റൂട്ട് സി എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കും. ഇവിടെ നമ്മൾ ലാംഡ എമ്മും റൂട്ട് സി എടുത്തിട്ട് ഗ്രാഫ് വരയ്ക്കും. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കിട്ടും, അല്ലേ? ഇത് സ്ട്രോങ്ങിൻ്റെ കേസിലും ഇത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പൊക്കോണ്ടിരിക്കും. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ 0 എം നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലാംഡ 0 നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റിനെ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ലായാണ് കൊളറാഷസ് ലോ. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. ഓക്കെ, അത് നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. മസ്റ്റായിട്ട് നിങ്ങളത് പഠിച്ചു വെക്കുന്ന ടോപ്പിക്കാണ്, കേട്ടോ. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. പിന്നെ കണ്ടക്ടിവിറ്റിയുടെയും മോളാർ കണ്ടക്ടിവിറ്റിയുടെയും റിലേഷൻ. ലാംഡ എം ഇസ് ഈക്വൽ ടു കെ ബൈ സി. അതിൽ കെയുടെ യൂണിറ്റ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻ ചൂസ് ചെയ്യേണ്ടത്. പിന്നെ അതിനകത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. അതിനകത്ത് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചേക്കുന്നത്, അല്ലേ? നമുക്ക് CH3COOHൻ്റെത് കണ്ടുപിടിക്കണം. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഒരാളുടെ കണ്ടുപിടിക്കാൻ പറയും, എന്നിട്ട് ഇങ്ങനെ പറയും CH3COONയുടെ വാല്യൂ എക്സ് ആണ്, അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എക്സ് ആണ്. ദെൻ HClൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി വൈ ആണ്, NaClൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇസഡ് ആണ്. ഇങ്ങനെ ക്വസ്റ്റ്യനകത്ത് എന്നിട്ട് ഇയാളുടെ കണ്ടുപിടിക്കാൻ പറയും. സിമ്പിളാണ്. ഇതിനകത്ത് ആരെ വേണം? നമുക്ക് CH3COO അത് വേണം, കൂടെ എച്ചും വേണം. എച്ച് ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? CH3COONA പ്ലസ് HCl. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ CH3COയും എച്ചും കിട്ടും. പിന്നെ വേണ്ടാത്തത് ആരാ അതിനകത്ത് എക്സ്ട്രാ വരുന്നത്? NaCl. അപ്പോൾ NaClനെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക.
ഇത്രയുള്ള സമയം NaCl മാറ്റുക. അപ്പോൾ എന്ത് കിട്ടും? എക്സും വൈയും കൂടെ കൂട്ടുക, അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഇസഡ് കുറയ്ക്കുക, ആൻസറായി. ഇങ്ങനായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കുക, അത് വരുന്ന ആൾക്കാരെ പരസ്പരം ആഡ് ചെയ്യുക, അവർ ആഡ് ചെയ്യുമ്പോൾ എന്ത് അധികം വരുന്നതെന്ന് നോക്കുക, അതിനെ മൈനസ് ചെയ്യുക. സിമ്പിൾ. ഓക്കെ, അതാണ് നമുക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. കൊളറാഷസ് ലോ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. പിന്നെ വരുന്നത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷനാണ്. അത് സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. കണ്ടക്ടിവിറ്റി ഓക്കെ, ഡൈലൂഷൻ കൂടുന്തോറും കണ്ടക്ടിവിറ്റി കുറയും. ഡൈലൂഷൻ കൂടുന്തോറും കണ്ടക്ടിവിറ്റി കുറയും. അതിൻ്റെ റീസൺ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് ഏരിയ ഡിക്രീസസ്. യൂണിറ്റ് ഏരിയയിലുള്ള നമ്പർ ഓഫ് അയോൺസ് കുറയും. അതുകൊണ്ട് ഡൈലൂഷൻ കൂടുന്തോറും കണ്ടക്ടിവിറ്റി കുറയും. എന്നാൽ ഡൈലൂഷൻ കൂടുന്തോറും മോളാർ കണ്ടക്ടിവിറ്റി കെയും മോളാർ കണ്ടക്ടിവിറ്റി ലാംഡയും ആണ്. രണ്ട് തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. ലാംഡ ഈക്വൽ ടു K/C. ഓക്കെ, മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? കൂടും. അത് സ്ട്രോങ് ആയിട്ടുള്ള ആളുടെ കേസിലും കൂടും, വീക്ക് ഇലക്ട്രോലൈറ്റും ഉണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റും ഉണ്ട് മോളാർ കണ്ടക്ടിവിറ്റിയുടെ കേസിൽ. ഇതിൻ്റെ കേസിൽ ഒരാൾ മാത്രമേ ഉള്ളൂ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഡൈലൂഷൻ കൂടുന്തോറും കണ്ടക്ടിവിറ്റി കുറയും. അതിന് റീസൺ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് ഏരിയ കുറയും. മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ കൂടുന്തോറും കൂടും. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും കൂടും, വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും കൂടും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാൽ കൂടാൻ കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അയോൺസ് കൂടുന്നുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അയോൺസ് ഇൻക്രീസസ്. അതുകൊണ്ടാണ് സ്ട്രോങ്ങിൻ്റെ കേസിൽ കൂടുന്നത്. വീക്കിൻ്റെ കേസിൽ നമ്പർ ഓഫ് അയോൺസ് ഇൻക്രീസസ്. നമ്പർ ഓഫ് അയോൺസ് കൂടുന്നത് കൊണ്ടാണ് വീക്കിൻ്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് കൂടുന്നത്. ഇത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. സ്ഥിര എക്സാമിന് ചോദിക്കുന്നതാണ്. അതായത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. അത് കണ്ടക്ടിവിറ്റി ആണെങ്കിൽ ഡൈലൂഷൻ കൂടുന്തോറും കണ്ടക്ടിവിറ്റി K കുറയും. കാരണം നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് ഏരിയ കുറയുന്നത് കൊണ്ടാണ് കണ്ടക്ടിവിറ്റി കുറയുന്നത്. എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ കൂടുന്തോറും കൂടും. അത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും കൂടും, വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും കൂടും. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാൽ കൂടാൻ കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അയോൺസ് കൂടുന്നുണ്ട്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാൽ കൂടാൻ കാരണം നമ്പർ ഓഫ് അയോൺസ് നമ്പർ ഓഫ് അയോൺസ് കൂടുന്നതുകൊണ്ട്. ഇത്രയും പഠിച്ചു വെച്ചേക്കാം. പിന്നെ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. പ്രൈമറി സെല്ല് നമ്മൾ ലെക്ലാൻഷ്യസ് സെൽ അല്ലെങ്കിൽ ഡ്രൈ സെല്ലാണ് എക്സാമ്പിളായിട്ട് പഠിച്ചത്. അത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. ലെക്ലാൻഷ്യസ് സെൽ അല്ലെങ്കിൽ ഡ്രൈ സെല്ല്. പിന്നെ അതിൻ്റെ ആനോഡ് എന്താണ്, കാഥോഡ് എന്താണ്. ദെൻ അതുകൂടാതെ മെർക്കുറി സെല്ലും പഠിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി സെല്ല് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. അതിൻ്റെ ആനോഡ്, കാഥോഡ്, വോൾട്ടേജ് ഒക്കെ പഠിച്ചു വെച്ചേക്കാം. വേറെ ഒരു ഇതുമില്ല അതിനകത്ത്. ഡയറക്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ അറിയാമല്ലോ. ഫ്യൂൽ സെല്ല് നിങ്ങൾ ഫ്യൂൽസിനെ കത്തിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ഗാൽവനിക് സെല്ലിന് എക്സാമ്പിളാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ല്. ഹൈഡ്രജൻ ഒരു സൈഡിൽ കൂടെ കൊടുക്കുന്നു, ഓക്സിജൻ ഒരു സൈഡിൽ കൂടെ കൊടുക്കുന്നു, രണ്ടും കൂടെ റിയാക്ട് ചെയ്യുന്നു, വാട്ടർ ബൈ പ്രൊഡക്റ്റായിട്ട് കിട്ടുന്നു, നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നു. അതിന് അഡ്വാൻറ്റേജ് അവർ പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. കിട്ടുന്ന വാട്ടർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോളാർ പ്രൊജക്ട്സിലാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ എത്ര നാൾ വേണമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും, ഒരിക്കലും നിന്നു പോയില്ല. ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ. പിന്നെ ഇത്രയാണ് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്നത്. ഇത്രയും ടോപ്പിക്കാണ്. അതിനുശേഷം ഓർഡർ ആൻഡ് മോളിക്കുലാരിറ്റി കമ്പാരിസൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓർഡർ എന്ന് പറയുന്നത് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ റേറ്റ് ലോ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് കൊളൈഡിങ് സ്പീഷീസ് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷനകത്ത് കൊളൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം. ഓർഡർ, മോളിക്കുലാരിറ്റി രണ്ട് നമ്മളെ കമ്പാരിസൺ ആണ്. ഓർഡർ, മോളിക്കുലാരിറ്റി അല്ലേ. സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ് കേട്ടോ. ഓർഡറും മോളിക്കുലാരിറ്റി തമ്മിലുള്ള ഡിഫറൻസ്. ഇതെന്ന് പറയുന്നത് സം ഓഫ് പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേം ഇൻ റേറ്റ് ലോ. റേറ്റ് ലോ എഴുതുന്ന സമയത്ത് കോൺസെൻട്രേഷൻ്റെ ടേമുകളുടെ മുകളിലുള്ള വാല്യൂ ഇല്ല, അത് കൂട്ടുന്നതാണ് ഓർഡർ. ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് കൊളൈഡിങ് സ്പീഷ്യസ് ആണ്. നമ്പർ ഓഫ് കൊളൈഡിങ് സ്പീഷ്യസ് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷനകത്ത് കൊളൈഡ് ചെയ്യുന്ന സ്പീഷ്യസുകളുടെ എണ്ണം. ഇത് ഓർഡർ എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? 0 ആകാം, ഫ്രാക്ഷൻ ആകാം, പിന്നെ 1, 2, 3 പോലുള്ള നമ്പേഴ്സ് ആവാം. മോളിക്കുലാരിറ്റി ഒരിക്കലും എന്താവത്തില്ല, 0 ആവത്തില്ല, ഫ്രാക്ഷൻ വരത്തില്ല. എപ്പോഴും എന്തേ ആവത്തുള്ളൂ, 1, 2, 3 പോലുള്ള നമ്പേഴ്സ് വരത്തുള്ളൂ. ഒരിക്കലും 0യോ ഫ്രാക്ഷനോ വരത്തില്ല. ഓർഡർ എന്ന് പറയുന്നത്
ഒരിക്കലും 0 വരത്തില്ല, ഫ്രാക്ഷൻ വരത്തില്ല. ഓർഡർ എന്ന് പറഞ്ഞാൽ 0 വരാം, ഫ്രാക്ഷൻ വരാം, 1, 2, 3 ഉള്ള നമ്പേഴ്സ് വരാം. ഇവിടെ മോളിക്കുലാരിറ്റി എപ്പോഴും 1, 2, 3 ഉള്ള നമ്പേഴ്സ് വരത്തുള്ളൂ. ഇതൊരിക്കലും നെഗറ്റീവ് ആവില്ല, ഇതും നെഗറ്റീവ് ആവത്തില്ല. ഈ രണ്ട് ടേം ഒരിക്കലും എന്താവത്തില്ല, നെഗറ്റീവ് ആവത്തില്ല. നെഗറ്റീവ് ആയാൽ ആൻസർ തെറ്റെന്നാണ്. ഒരിക്കലും അവർ എന്താവത്തില്ല, നെഗറ്റീവ് ആവത്തില്ല. പിന്നെ ഈ ഓർഡർ മോളിക്കുലായിട്ട് നമ്മൾ വേറെ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇത് നമുക്ക് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിൾ റിയാക്ഷനകത്തും കോംപ്ലക്സ് റിയാക്ഷനകത്ത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഓർഡർ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് സിമ്പിൾ റിയാക്ഷൻസിനകത്ത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ, കോംപ്ലക്സ് റിയാക്ഷനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ജസ്റ്റ് ഓർഡർ എന്താണ്, ഒത്തിരി പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാം, അതിലൊരു 3-4 പോയിന്റ് മനസ്സിലാക്കി വെച്ചേക്കാം, അത്രയും മാത്രം മതി. 2 മാർക്കിന് ചോദിക്കത്തുള്ളൂ. പിന്നെ പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ ആണ്. അത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, 0 ഓർഡർ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കേസിൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ലോ എല്ലാവർക്കും എഴുതാൻ അറിയായിരിക്കും അല്ലേ. ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ 3 പഠിച്ച്, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, 0 ഓർഡർ 3 പഠിച്ച് വെച്ചേക്കുക. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ ഞാൻ എഴുതാം. ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിൽ എന്ന് പറയുന്നത് R = അല്ല ഇങ്ങനെ എഴുതാം, KT = 2.303 RT log R0/R. അല്ലേ, K റേറ്റ് കോൺസ്റ്റൻറ്റ്, T ടൈം, ഇത് T ടെമ്പറേച്ചർ ആണ്, R0 ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, R ഫൈനൽ കോൺസെൻട്രേഷൻ. 2.303 log R0/R. 2.303 log R0/R. ദെൻ 0 ഓർഡർ ആണെങ്കിൽ KT = R0 - R. ദെൻ സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ KT = 1/R0 - 1/R. സോ ഈ 3 ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കും. ഇൻ്റഗ്രേറ്റ് ലോ, ഫസ്റ്റ് ഓർഡർ, 0 ഓർഡർ, സെക്കൻഡ് ഓർഡർ. പിന്നെ അതിനുശേഷം ആക്ടിവേഷൻ എനർജി, റീയൂണിഫിക്കേഷൻ. ആക്ടിവേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ടൻ്റ് പ്രൊഡക്റ്റായിട്ട് മാറാൻ വേണ്ട മിനിമം എനർജി. ആ എനർജിയിലാണ് നമ്മുടെ കാറ്റലിസ്റ്റ് ആക്ട് ചെയ്യുന്നത്. കാറ്റലിസ്റ്റ് റിയാക്ഷൻ്റെ വേഗത കൂട്ടുന്നത് ആക്ടിവേഷൻ എനർജി കുറച്ചും, റിയാക്ഷൻ്റെ വേഗത കുറയ്ക്കുന്നത് ആക്ടിവേഷൻ എനർജി കൂട്ടിയായിരിക്കും. പിന്നെ റീയൂണിഫിക്കേഷൻ അറിയാമല്ലോ, K = A(e⁻⁻RT). അതിനകത്ത് K റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, A അറീനിയസ് ഫാക്ടർ ആണ്, പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ എന്ന് വിളിക്കും, യൂണിറ്റ് സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ ഹെഡ്സ് ആണ്. ദെൻ EA ആക്ടിവേഷൻ എനർജി ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, T ടെമ്പറേച്ചർ ആണ്. അതാണ് റീയൂണിഫിക്കേഷൻ. അതിൻ്റെ ആ ടേംസും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു ഗ്രാഫ് ഉണ്ട്, നമ്മളിങ്ങനെ ഗ്രാഫ് വരയ്ക്കാറുണ്ട്, ഇങ്ങനൊരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നുണ്ട്, ആ ഗ്രാഫ് ഓർത്ത് വെച്ചേക്കുക. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസിൽ എക്സ്പ്ലനേഷനായിട്ട് വരുന്നത്. മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്കാണ്, ഒരിക്കലും നിങ്ങൾ വിട്ട് കളയരുത്, മസ്റ്റായിട്ടും പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്സിൻ്റെ എക്സ്പ്ലനേഷനോടെ പറയട്ടെ. സോ നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവുകയാണ്. നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, പ്രിപ്പറേഷൻ ഓഫ് KMnO4ഉം K2Cr2O7. KMnO4ൻ്റെയും K2Cr2O7ൻ്റെയും പ്രിപ്പറേഷനാണ്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തും കൂടെ പറഞ്ഞു വെച്ചേക്കണം. ആ KMnO4ൽ 2 പേരുടെ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്, MnO4-ൻ്റെയും MnO4(2-)ൻ്റെയും, മാംഗനേറ്റും പെർമാംഗനേറ്റും. ദെൻ K2Cr2O7ൽ 2 ഡൈക്രോമേറ്റും ക്രോമേറ്റും, CrO4(2-)ൻ്റെയും Cr2O7(2-)ൻ്റെയും രണ്ടിൻ്റെയും സ്ട്രക്ചറും കൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ KMnO4 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് MnO2 എന്ന് പറയുന്ന പൈറോലുസൈറ്റിൽ നിന്നാണ്. MnO2 എന്ന് പറയുന്നതാണ് അതിൻ്റെ ഓറ്. ആ ഓറിനെ വിളിക്കുന്ന പേര് പൈറോലുസൈറ്റ് എന്നാണ് അല്ലേ, പൈറോലുസൈറ്റ്. ഈ MnO2-നകത്തോട്ട് നമ്മൾ KOH-ഉം O2-ഉം ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, K2MnO4 കിട്ടും അല്ലേ, K2MnO4 കിട്ടും. പിന്നെ ഈ K2MnO4നെ നമ്മൾ അസിഡിഫൈഡ് മീഡിയം വെച്ചിട്ട് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, KMnO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നടക്കുന്നത്. അപ്പം KMnO4 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് പൈറോലുസൈറ്റ് എന്ന് പറയുന്ന ഓറിൽ നിന്നാണ്. പൈറോലുസൈറ്റ് എടുക്കുന്നു, MnO2-നെയാണ് നമ്മൾ പൈറോലുസൈറ്റ് എന്ന് വിളിക്കുന്നത്. MnO2-നെ KOH-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന് പ്രസൻസ് ഓഫ് ഓക്സിജൻ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യും, K2MnO4 ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ K2MnO4നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, KMnO4. ഇവിടെ നമുക്ക് 2 അയോൺസ് വരുന്നുണ്ട്. ഒന്നാമത്തത് MnO4(2-)ഉം രണ്ടാമത്തത് MnO4-ഉം. അങ്ങനെ 2 അയോൺസാണ് നമുക്ക് വരുന്നത്. രണ്ടിൻ്റെയും സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം MnO4(2-)ൻ്റെ വരയ്ക്കാം. Mn ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O-, സിംഗിൾ ബോണ്ട് O-. ഇതാണ് MnO4(2-)ൻ്റെ. ഇനി MnO4- ആകുമ്പോഴത്തേക്ക് Mn ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O-. ഇതാണ് MnO4-ൻ്റെ. രണ്ടിൻ്റെയും സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കുക.
MnO4 2- ഇത് മാംഗനേറ്റും ഇത് പെർമാംഗനേറ്റും. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ ചെയ്തത് പൈറോലുസൈറ്റിൽ നിന്നാണ്. പ്രിപ്പറേഷനും കൂടെ നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇതാണ് KMnO4ൻ്റെ കേസിൽ. ഇനി ഇത് K2Cr2O7 ആണെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഓറിൻ്റെ പേര് ക്രോമൈറ്റ് ഓർ എന്നാണ്. ഓക്കെ, ഏത് ഓറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്ന? ക്രോമൈറ്റ് ഓർ. ക്രോമൈറ്റ് ഓറിൻ്റെ ഫോർമുല വേണ്ടേ? ക്രോമൈറ്റ് ഓറിൻ്റെ ഫോർമുല FeCr2O4. ഇതാണ് ക്രോമൈറ്റ് ഓറിൻ്റെ ഫോർമുല, FeCr2O4. അപ്പോൾ FeCr2O4 നിന്നാണ് നമ്മൾ K2Cr2O7 പ്രിപ്പയർ ചെയ്യുന്നത്. ഇങ്ങനെയാണെന്നല്ലേ, FeCr2O7 നമ്മൾ FeCr2O4 നമ്മൾ ആദ്യം Na2CO3 റിയാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Na2CrO4 കിട്ടും. Na2CrO4 കിട്ടും. ഈ Na2CrO4 നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? Na2Cr2O7 ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഓക്സിഡേഷൻ നടത്തി Na2Cr2O7 ആക്കും. എന്നിട്ട് ഈ Na2Cr2O7 നമ്മൾ KCl ആഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? K2Cr2O7 കിട്ടും. ഇതാണ് പ്രിപ്പറേഷൻ. പ്രിപ്പയർ ചെയ്യുന്നത് ക്രോമൈറ്റ് ഓറിൽ നിന്നാണ്. FeCr2O4 ആണ് ക്രോമൈറ്റ് ഓർ. ക്രോമൈറ്റ് ഓറിനെ എടുത്തിട്ട് Na2CO3 റിയാക്ട് ചെയ്യിപ്പിക്കും. നമുക്ക് Na2CrO4 കിട്ടും. ദെൻ സോഡിയം ക്രോമൈറ്റ് കിട്ടും. ദെൻ സോഡിയം ക്രോമൈറ്റിനെ നമ്മൾ സോഡിയം ഡൈക്രോമൈറ്റ് ആക്കും. സോഡിയം ക്രോമൈറ്റ്, സോഡിയം ഡൈക്രോമൈറ്റ്. എന്നിട്ട് KCl റിയാക്ട് ചെയ്യുമ്പോൾ പൊട്ടാസ്യം ഡൈക്രോമൈറ്റ് ആക്കും. ഇതിനകത്ത് നമുക്ക് 2 അയോൺസ് വരുന്നുണ്ട്. ഒന്നാമത്തെ അയോൺ Cr2O4 രണ്ടാമത്തെ അയോൺ Cr2O7 2-. ഇത് 2 അയോൺ വരുന്നുണ്ട്. Cr2O4 Cr2O7. ഇതിനെ ക്രോമൈറ്റും ഇത് ഡൈക്രോമൈറ്റും. ഇത് ക്രോമൈറ്റ് നേരത്തെ മാംഗനേറ്റ് പെർമാംഗനേറ്റ്. ഇത് ക്രോമൈറ്റ് ഡൈക്രോമൈറ്റ്. ഇത് ക്രോമൈറ്റ്, ഇത് ഡൈക്രോമൈറ്റ്. രണ്ട് സ്ട്രക്ചർ വരയ്ക്കട്ടെ. ക്രോമൈറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അറിയാമോ? CrO2-. ഇതാണ് ക്രോമൈറ്റ്. ഇനി ഡൈക്രോമൈറ്റ് ഞാൻ ഇവിടെ വരയ്ക്കാം. ഡൈക്രോമൈറ്റ് ഇങ്ങനെയാണ്. CrO Cr 1 2 3 1 2 3 2-. ഇതാണ് ഡൈക്രോമൈറ്റ്. ഇത് ക്രോമൈറ്റ്, ഇത് ഡൈക്രോമൈറ്റ്. രണ്ടിൻ്റെ സ്ട്രക്ചറുമായി. സോ ഇതാണ് നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ. പ്രിപ്പറേഷൻ ഓഫ് KMnO4 ആൻഡ് K2Cr2. രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ വിത്ത് അതിനകത്ത് വരുന്ന 2 സ്ട്രക്ചർ, ക്രോമൈറ്റും ഡൈക്രോമൈറ്റും മാംഗനേറ്റും പെർമാംഗനേറ്റും. ഇത്രയും മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം. അപ്പം പ്രിപ്പറേഷൻ ഓഫ് KMnO4 K2Cr2 കഴിയും. ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് KMnO4. KMnO4ൻ്റെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഒരു 4 പഠിച്ചു വെച്ചാൽ മതി. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ, നിങ്ങൾ ഇത് ആദ്യം ഇത് പഠിക്കുക. KMnO4 പ്ലസ് 8H പ്ലസ് 5 ഇലക്ട്രോൺ ഗീവ്സ് MnO2 പ്ലസ് 4H2. ഇതാണ് KMnO4. KMnO4ന് റിഡക്ഷനാണ് സംഭവിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മുടെ അടുത്ത് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി വെച്ചാൽ ഇപ്പോൾ Fe2 പ്ലസ് Fe3 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിന് നമുക്ക് 1 ഇലക്ട്രോൺ വേണം. Fe3 പ്ലസ് Fe2 ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 1 ഇലക്ട്രോൺ വേണം. ഇവിടെ എത്ര ഇലക്ട്രോൺ? ഇത് നിങ്ങൾ എപ്പോഴും കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഈ ഇക്വേഷൻ അത് കാണാതെ പഠിച്ചിട്ട്, കാരണം KMnO4ൻ്റെ പ്രോപ്പർട്ടിയിൽ ചോദിക്കുന്നത്. പിന്നെ നിങ്ങളുടെ പറയും അയഡൈഡ് അയഡിൻ ആവുന്നു, ഫെറസ് ഫെറിക് ആവുന്നു, ഇത് ഫെറസ് ഫെറിക് ആവുകയാണ്, അങ്ങനെ ആവുന്നു, അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ Fe2 പ്ലസ് ഓക്സിഡേഷൻ ആണ് എപ്പോഴും ചാർജ് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടത്തേ ഉള്ളൂ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ചെയ്യേണ്ടത്, ഇവിടെ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 5. ഇവിടെ എത്ര ഇലക്ട്രോൺ ഉള്ളൂ? 1. അപ്പോൾ ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 5 Fe2 പ്ലസ് 5 Fe3 പ്ലസ് 5 എന്നിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആക്കുക. അതാണ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. ഇത് എല്ലാ കേസിലും കോമൺ ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ഇക്വേഷൻ മാത്രമേ മാറും. അത് ക്വസ്റ്റിനകത്ത് നിങ്ങളുടെ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി 2 എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ Fe2 പ്ലസ് Fe3 പ്ലസ് ആയിട്ട് മാറുന്ന കേസ് എഴുതുക, I മൈനസ് I2 ആയിട്ട് മാറുന്ന കേസ് എഴുതുക. I മൈനസ് I2 ആയിട്ട് മാറുന്ന ഓക്സിഡേഷനാണ്. അവിടെ 2 ഇലക്ട്രോണിനാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ 2I മൈനസ് I2 ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. അപ്പം ഈ 2നെ 5 ആക്കി മാറ്റണം. 2നെ 5 ആക്കി മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ, 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ, എന്നിട്ട് ആഡ് ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആക്കും. ഇത്രയുള്ള സംഭവം. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കുക. ഒരു 2 ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ 3 എണ്ണമെങ്കിലും മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. അതിലൊന്ന് ഞാൻ പറയുന്നത്, ഇത് 2 എല്ലാവർക്കും കോമൺ ആണ്. ആദ്യത്തെ ഞാൻ പറഞ്ഞത് Fe2 പ്ലസ് Fe3 പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ഓക്സിഡേഷനാണ്. KMnO4 ഓക്സിഡേഷനാണ് വേറൊരാളെ ചെയ്യിപ്പിക്കുന്നത്. ഇങ്ങനെ നടക്കണമെങ്കിൽ 1 ഇലക്ട്രോൺ ഇയാൾ കളയണം. അപ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺ, ഇവിടെ 1 ഇലക്ട്രോൺ, ഒന്നിനെ 5 ആക്കി മാറ്റണം. അപ്പോൾ ഇതിന് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആക്കുക. അതായത് ഈ ആൾക്കാരെല്ലാം ഒരുമിച്ചതാണ് KMnO4 പ്ലസ് 8H പ്ലസ് 5 Fe2 പ്ലസ്. ഇലക്ട്രോൺ എഴുതണ്ട,
അപ്പുറത്താരൊക്കെയുണ്ട് MnO2 പ്ലസ് 4H2O പ്ലസ് 5Fe3+. ഇതാണ് ആൻസർ. ഇതാണ് ഒരു ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി. ഇനി അടുത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് പറഞ്ഞത് എക്സാമ്പിൾ എടുത്താൽ പറയുന്നത് അയഡിൻ്റെ കേസാണ്. KMnO4 ഓക്സിഡൈസിങ് പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ടാണ് ഞാനത് വായിച്ചത് കേട്ടോ. അടുത്ത ഞാൻ പറഞ്ഞത് അയഡിൻ്റെ കേസാണ്. അയഡിൻ്റെ കേസിൽ ഇങ്ങനെയാണ്, I- എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു I2 ആയിട്ട്. I- I2 ആയിട്ട് മാറണമെങ്കിൽ 2 ഇലക്ട്രോൺ, അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അപ്പോഴേ കറക്റ്റ് ആകത്തുള്ളൂ. ഇനി നോക്കി, ഇവിടെ 2 ഇലക്ട്രോൺ 5, രണ്ടിടത്ത് ഇലക്ട്രോണിന് എണ്ണം സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ ഇവിടെ 2 KMnO4 16H പ്ലസ് 10 ഇലക്ട്രോൺ, ദെൻ 2 MnO2 8H2. ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ എങ്കിൽ ഇവിടെ 10 ആവത്തുള്ളൂ. 2 കൊണ്ട് ഇതിന് 5 കൊണ്ട് ഇതിന് 2 10, ഇവിടെ 5I2, ഇവിടെ 10 ഇലക്ട്രോൺ, എന്നിട്ട് ആഡ് ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആക്കുക, ഇലക്ട്രോൺ എഴുതണ്ട. ഇതാണ് സംഭവം. അപ്പം ആ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചു. ഏത് ഇക്വേഷനാണ്? KMnO4 പ്ലസ് എത്ര H പ്ലസ് 8H പ്ലസ് പ്ലസ് എത്ര ഇലക്ട്രോൺ 5 ഇലക്ട്രോൺ ഗീവ്സ് 2 MnO2 പ്ലസ് എത്ര H2 4H2. ഇതാണ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് KMnO4ന്റെ കോമൺ ഇക്വേഷൻ. എന്നിട്ട് കൂടെ വരുന്ന ആളെ നോക്കുക, അതിനകത്ത് എത്ര ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ഉണ്ടെന്ന് നോക്കുക, രണ്ടിടത്ത് ഇലക്ട്രോൺ എണ്ണം സെയിം ആക്കുക, ആഡ് ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആക്കുക. സിമ്പിൾ സാധനം. ഓക്കെ, അതാണ് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഓഫ് KMnO4 എന്ന് പറയുന്നത്. 2 എണ്ണമെങ്കിലും മിനിമം പഠിച്ചു വെച്ചിട്ട് പോവുക. 2 എണ്ണമൊക്കെ ചോദിച്ചിട്ടുള്ള എക്സാമിൽ 2 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു 2 എക്സാമ്പിൾ എഴുതുക. ഞാനിപ്പോൾ പറഞ്ഞ 2 എണ്ണം തന്നെ പഠിച്ചാൽ മതി, നിങ്ങൾ വേറൊന്നും പഠിക്കാൻ നിൽക്കണ്ട. പിന്നെ വരുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷനാണ്. അത് D&F ബ്ലോക്കിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്, മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ. മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നോർമലി 2 എണ്ണമാണുള്ളത്, ഡയാമാഗ്നറ്റിക്കും പാരാമാഗ്നറ്റിക്കും. ഇങ്ങനെ 2 മാഗ്നറ്റിക് മൊമെന്റ് ആണ് നമുക്ക് വരുന്നത്. ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് മ്യൂവിന്റെ വാല്യൂ 0 ആയിരിക്കും. പാരാമാഗ്നറ്റിക് ആണെങ്കിൽ മ്യൂവിന്റെ വാല്യൂ 0 അല്ല, മ്യൂവിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ആ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ μ √n × n+2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻ ഡി ഓർബിറ്റലുള്ള അൺപെയ്ഡ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിനകത്ത് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ചെയ്യാം സ്കാൻഡിയം 3+, വേണ്ട Mn2+, മാംഗനീസ് 2+. ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ആദ്യം പാരാമാഗ്നറ്റിക് ആണോ ഡയാമാഗ്നറ്റിക് ആണോ എന്ന് അറിയണം. കാരണം ഡയാമാഗ്നറ്റിക് ആണെങ്കിൽ 0 എഴുതുക, പാരാമാഗ്നറ്റിക് ആണെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ആർഗൺ 18 അല്ലേ, 4s2 3d5. ഇതാണ് മാംഗനീസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. 2+ പറഞ്ഞാൽ 2 ഇലക്ട്രോൺ പോകണം. 4s നിന്നാണ് കളയേണ്ടത്. 4s 0. ഡിയിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് പെയർ ചെയ്യാവും. 5 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 ഓരോന്ന് കൊടുത്തിട്ട് പെയർ ചെയ്യാവും. അപ്പോൾ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 5 എണ്ണം. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അവരെന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺ ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് പാരാമാഗ്നറ്റിക് ആയിരിക്കും. എല്ലാവരും കൂട്ടത്തോടെ നിൽക്കുകയാണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പോൾ ഇത് പാരാമാഗ്നറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ 0 അല്ല. മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ ഉണ്ട്, √n × n+2. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻ ഡി ആണ്. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഡിയിൽ? 5 എണ്ണം ഉണ്ട്. സോ എന്നിന് പകരം 5 കൊടുക്കുക. 5 × 5 + 2 റൂട്ട് 5 2 7 7 5 35 √35 എന്ന് വരും. ബോർ മാഗ്നറ്റോ, അതാണ് യൂണിറ്റും കൂടെ എഴുതണം കേട്ടോ, BM. ഇവിടെ ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ 0 ആണ്. ഇതാണ് മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ. സ്ഥിരം എക്സാമിന് ചോദിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ആദ്യം തന്നിരിക്കുന്ന ആളെ നോക്കുക, അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, അതിൻ്റെ എത്ര ചാർജ് എന്നുള്ളത് കണ്ടുപിടിക്കുക, ചാർജ് കൊടുക്കുക, ചാർജ് കളയുക. അതിനുശേഷം എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് ഡിയിൽ, അൺപെയ്ഡ് ഇലക്ട്രോൺസ് എത്ര എണ്ണം ഡിയിൽ വന്നിട്ടുണ്ടോ നോക്കുക, അത് കൊടുക്കുക. എന്നിട്ട് ഡിയിൽ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടോ നോക്കുക. എല്ലാവരും പെയറായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡയാമാഗ്നറ്റിക് ആണ്, മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ 0 ആണ്. ഒരെണ്ണമെങ്കിലും അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? മാഗ്നറ്റിക് മൊമെന്റ് വാല്യൂ 0 ആയിരിക്കത്തില്ല. ഇക്വേഷൻ ഉണ്ട്, √n × n+2, അത് കൊടുത്തിട്ട് ചെയ്യും. ഓക്കെ, അടുത്തിലോട്ട് പോകുന്നു. സോ മാഗ്നറ്റിക് മൊമെന്റും കഴിഞ്ഞു. ഓക്കെ, ഒന്ന് വായിച്ചോട്ടെ. മാഗ്നറ്റിക് മൊമെന്റും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിൻ്റെയും എഫ് ബ്ലോക്ക് എലമെന്റ്സിൻ്റെയും പ്രോപ്പർട്ടീസ്. അതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡി ബ്ലോക്ക് എലമെന്റ്സ് കാണിക്കുന്ന കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ് അല്ലേ. എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 എണ്ണം ഉണ്ട്. അത് ലാന്തനൈറ്റ്സും ഉണ്ട് അല്ലേ, ആക്ടിനൈറ്റ്സും ഉണ്ട്. ലാന്തനൈറ്റ്സും ആക്ടിനൈറ്റ്സും. ലാന്തനൈറ്റ്സ് കാണിക്കുന്ന +3 ആണ്, ആക്ടിനൈറ്റ്സ് കാണിക്കുന്നതും +3 ആണ്.
അപ്പോൾ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കാണിക്കുന്ന കോമൺ ഓക്സൈഡ് സ്റ്റേറ്റ് +2, ബാക്കി 2 കാണിക്കുന്നത് +3 ആണ്. ഇനി ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്നാമത്തത് കാറ്റലിസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് കാറ്റലിസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന 2 റീസൺ കൊണ്ടാണ്. ഒന്ന് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, 2 ലാർജ് സർഫസ് ഏരിയ. ഈ 2 റീസണും കൊണ്ടാണ് അതിനെ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത്. 2 ഇവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് NS-നും N-1 അപ്രോക്സിമേറ്റ് സെയിം എനർജിയാണ്. NS-നും N-1 അപ്രോക്സിമേറ്റ് സെയിം എനർജി ആയതുകൊണ്ടാണ് ഇവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നത്. പിന്നെ ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിന് എന്ത് കാണിക്കാൻ പറ്റും? കളർ കാണിക്കാൻ പറ്റും. അതിൻ്റെ റീസൺ ഏത് ട്രാൻസിഷനാണ്? DD ട്രാൻസിഷനാണ്. DD ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഡിയിൽ എന്തുണ്ടായിരിക്കണം? അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടായിരിക്കണം. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ DD ട്രാൻസിഷൻ കാണിക്കാൻ പറ്റൂ, എങ്കിലേ കളർ കാണിക്കും. എല്ലാവരും പെയറായിട്ടിരിക്കുകയാണെങ്കിൽ കളറില്ല. പിന്നെ 4ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് മൂവ്മെൻറ്റ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പാരാമാഗ്നറ്റിക് എല്ലാവരും പെയറായിട്ടിരുന്നാൽ ഡയാമാഗ്നറ്റിക്, ഒറ്റയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്. എല്ലാവരും പെയറായിട്ടിരുന്നാൽ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് 0, ഒറ്റയ്ക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് വാല്യൂ √(n)(2). ഓക്കെ. പിന്നെ 5ാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അലോയ്സ് കാണിക്കും. അലോയ്സ് കാണിക്കും, ഇൻ്റർസ്റ്റിഷ്യൽ കോമ്പൗണ്ട്സ് കാണിക്കും. പിന്നെ ഇവരുടെ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, പിന്നെ നമ്മുടെ അയണൈസേഷൻ അതൊക്കെ നോക്കി വെച്ചേക്കാം കേട്ടോ. ആരുടെയാ? ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ. പിന്നെ F ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസിൽ ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ആണ്. +3 ആണ്. ലാന്തനൈഡ്സിൻ്റെ കേസിൽ പ്രൊമിത്തിയം ഒഴികെ ബാക്കി എല്ലാവരും നോൺ റേഡിയോ ആക്റ്റീവാണ്. പ്രൊമിത്തിയം റേഡിയോ ആക്റ്റീവാണ്, അതൊഴികെ ബാക്കി എല്ലാവരും നോൺ റേഡിയോ ആക്റ്റീവാണ്. ആക്ടിനൈഡ്സിൻ്റെ കേസിൽ ഓൾമോസ്റ്റ് എല്ലാവരും റേഡിയോ ആക്റ്റീവാണ്. പിന്നെ ലാന്തനൈഡ്സിൽ ലാന്തനൈഡ് കോൺട്രാക്ഷൻ വരുന്നുണ്ട്, ആക്ടിനൈഡ്സിൽ ആക്ടിനൈഡ് കോൺട്രാക്ഷൻ വരുന്നുണ്ട്. അതും ജസ്റ്റ് നോക്കി വെച്ചേക്കാം. പിന്നെ ലാന്തനൈഡ്സ് +2, +3 കൂടാതെ +2ഉം +4ഉം കാണിക്കാറുണ്ട്. +2 കാണിക്കുന്നത് YBയും EU ആണ്, യൂറോപ്പിയവും ഇട്രിബിയവും. മറ്റേത് കാണിക്കുന്നത് CE, പിന്നെ PR, ND ഇവരൊക്കെയാണ്. ഓക്കെ, ജസ്റ്റ് നോക്കി വെച്ചേക്കാം. അതും കൂടെ ഈ ആക്ടിനൈഡ്സിന് +3 കൂടാതെ +2, +4, +5, +6, +7 അവിടെ വരെ കാണിക്കാൻ പറ്റും. +3 കൂടാതെ എല്ലാവരും കാണിക്കുന്നതാണ് കോമൺ എല്ലാവരും കാണിക്കുന്നത് +3 ആണ്. ചില ആൾക്കാർ +2 കാണിക്കാറുണ്ട് +3 കൂടാതെ, ചില ആൾക്കാർ +7 കാണിക്കാറുണ്ട്. എന്നാൽ ലാന്തനൈഡ്സിൽ +3 ആണ് എല്ലാവരും കാണിക്കുന്നത്. അത് കൂടാതെ +2ഉം +4ഉം മാത്രമേ കാണിക്കൂ. അത് എല്ലാവരും കാണിക്കില്ല, ചില ആൾക്കാർ. അതിന് എക്സാമ്പിളാണ് പറഞ്ഞത്. പിന്നെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ കേസിൽ +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എല്ലാവരും കാണിക്കുന്നത് +2 ആണ്. പിന്നെ +1 മുതൽ +7 വരെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ +1 കാണിക്കും, 2 പേര് ക്രോമിയവും കോപ്പറും +1 കാണിക്കും. പിന്നെ +7 വരെ കാണിക്കുന്ന ആൾക്കാരുണ്ട്. +8 കാണിക്കുന്ന ആളുണ്ട്, ഓസ്മിയം +8 കാണിക്കുന്നത്. അപ്പം അതാണ് അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് പ്രോപ്പർട്ടീസ് എല്ലാം നോക്കി വെച്ചിട്ട് പോകും. ഡിയുടെയും എഫിൻ്റെയും രണ്ടിൻ്റെയും. ഓക്കെ. പിന്നെ അതിനുശേഷം വരുന്നത് ലാന്തനൈഡ് കോൺട്രാക്ഷനും കോൺസിക്വൻസുമാണ്. എന്താണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ എന്നറിയാലോ? സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനൈഡ്സ് ഫ്രം ലെന്താനം ടു ലുട്ടീഷ്യം. നമ്മൾ ലാന്തനൈഡ്സിൽ ലെന്താനം മുതൽ ലുട്ടീഷ്യം വരെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സ്റ്റഡി ആയിട്ട് സൈസ് എന്ത് ചെയ്യും? കുറയും. ഇതിനെക്കാട്ടി സൈസ് കുറവായിരിക്കും അടുത്തതിനെക്കാട്ടി അങ്ങനെ കുറഞ്ഞ് വരും. സ്റ്റഡി ആയിട്ട് കുറയും. ആ സ്റ്റഡി ആയിട്ട് കുറയുന്നതിനെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് 3D സീരീസിനും 4D സീരീസിനും ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയി അല്ലേ? അതായത് നമ്മുടെ 3D സീരീസിൽ സ്കാൻഡിയം, ടൈറ്റാനിയം, വനീഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് അല്ലേ? ദെൻ സ്കാൻഡിയം, ഇട്രിബിയം, ലന്താനം, ടൈറ്റാനിയം, സിർക്കോണിയം, ഹാഫ്നിയം, വനേഡിയം, നിയോബിയം, ടെൻഡാലം, ക്രോമിയം, മോളിഡിനം, ടങ്സ്റ്റൻ, മാംഗനീസ്, ടെക്നീഷ്യം, റീനിയം, അയൺ, റുദേനിയം, ഓസ്മിയം, കൊബാൾട്ട്, റുദേനിയം, ഇറിഡിയം, നിക്കൽ, കോപ്പർ, സിങ്ക്, പലേഡിയം, പ്ലാറ്റിനം, കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി. 3D സീരീസാണ്. ഇത് 4D സീരീസാണ്. ഇത് 5D സീരീസാണ്. ലാന്തനൈഡ് കോൺട്രാക്ഷൻ വഴി 4Dക്കും 5Dക്കും ഓൾമോസ്റ്റ് സിമിലർ സൈസ്. അതായത് സിർക്കോണിയത്തിനും ഹാഫ്നിയത്തിനും ഏകദേശം സിമിലർ സൈസാണ്. ദെൻ മോളിഡിനത്തിനും ടങ്സ്റ്റനും ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. നിയോബിയം, ടെൻഡാലും ഓൾമോസ്റ്റ് സിമിലർ സൈസാണ്. അപ്പം 4D സീരീസിനും 5D സീരീസിനും ഓൾമോസ്റ്റ് സിമിലർ സൈസ് വരും ലാന്തനൈഡ് കോൺട്രാക്ഷൻ വഴി.
രണ്ടാമത്തെ കോൺസിക്വൻസ്, ഈ ലാന്ത്രയുടെ കോൺട്രാക്ഷൻ വഴി ഇവിടെ സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആവും. അതായത് ലാന്ത്രനൈറ്റ്സിനെ പരസ്പരം സെപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആവും. ഏത് റീസൺ വഴി? ലാന്ത്രയുടെ കോൺട്രാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. മൂന്നാമത്തത്, ലന്താനത്തിൻ്റെ ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേര് LaOH ത്രൈസ്, ലന്താനം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഹൈഡ്രോക്സൈഡ് ഉണ്ട്. അവസാനത്തെ ആളുടെ ഹൈഡ്രോക്സൈഡിനെ വിളിക്കുന്ന പേര് LuOH ത്രൈസ്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും ഇവരുടെ ബേസിസിറ്റി എന്ന് പറയുന്നത്, ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും അവരുടെ ബേസിസിറ്റി കുറയും. അതായത് ഇവിടെ കിടക്കുന്ന ആൾക്കാർക്കും ബേസിസിറ്റി കൂടുതൽ, അങ്ങോട്ട് പോകും തോറും ബേസിസിറ്റി കുറയും. അതിന് റീസൺ, ബേസിക് ആകണമെങ്കിൽ ആരെ കളയണം? OHനെ കളയണം. അങ്ങോട്ട് പോകും തോറും അവർ സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസാണ്. അപ്പോൾ അങ്ങോട്ട് പോകും തോറും സൈസ് കുറയുകയാണ്. അപ്പോൾ ഇതിനെക്കാട്ടി സൈസ് കുറവായിരിക്കും ഇയാൾക്ക്. അപ്പോൾ അങ്ങോട്ട് പോകും തോറും സൈസ് കുറഞ്ഞു വരികയാണ്. സൈസ് കുറയും തോറും അവർ തമ്മിലുള്ള ബോണ്ട് കുറച്ച് സ്ട്രോങ് ആവും. സൈസ് കുറയും തോറും ബോണ്ട് സ്ട്രോങ് ആവും. അപ്പോൾ ബോണ്ട് സ്ട്രോങ് ഇവിടാണ്. ബോണ്ട് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ ബോണ്ട് പൊട്ടിച്ച് OHന് പെട്ടെന്ന് പുറത്ത് വരാൻ പറ്റത്തില്ല. OH പുറത്ത് വന്നാൽ അതിനെ ബേസ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കിടക്കുന്ന ആളുടെ സൈസ് കൂടുതലായതുകൊണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന് OH പെട്ടെന്ന് പുറത്ത് വരും. അപ്പം അങ്ങോട്ട് പോകും തോറും ലാന്ത്രയുടെ കോൺട്രാക്ഷൻ വഴി ബേസിസിറ്റി ഓഫ് ഹൈഡ്രോക്സൈഡ്സ് കുറയും. അപ്പം ലന്താനം ഹൈഡ്രോക്സൈഡ്സ് ആയിരിക്കും ഏറ്റവും ബേസിക്, ലുട്ടീഷ്യം ഹൈഡ്രോക്സൈഡ് ലെസ് ബേസിക് ആയിരിക്കും. ഇത് മൂന്നുമാണ് ലാന്ത്രയുടെ കോൺട്രാക്ഷൻ്റെ കോൺസിക്വൻസ്. അപ്പോൾ ലാന്ത്രയുടെ കോൺട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ സ്റ്റഡി ഡിക്രീസ് ഇൻ സൈസ് ഓഫ് ലാന്തനൈറ്റ്സ് ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം. ലന്താനം ടു ലുട്ടീഷ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് സൈസ് സ്റ്റഡി ആയിട്ട് കുറയും. അതിനെ വിളിക്കുന്ന പേരാണ് ലാന്ത്രയുടെ കോൺട്രാക്ഷൻ. അതിൻ്റെ കോൺസിക്വൻസ് ഒന്ന് 4Dക്കും 5Dക്കും ഓൾമോസ്റ്റ് സിമിലർ സൈസ് വരും. സെപ്പറേഷൻ ഡിഫിക്കൽട്ട് ആവും ലാന്തനൈറ്റ്സിൻ്റെ. പിന്നെ അത് കണക്ക് തന്നെ ലന്താനം ടു ലുട്ടീഷ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡ്സിൻ്റെ ബേസിസിറ്റി കുറയും. ലന്താനത്തിൻ്റെ ഹൈഡ്രോക്സൈഡിൻ്റെ ബേസിസിറ്റി ആയിരിക്കും കൂടുതൽ, കാരണം അയാൾക്ക് പെട്ടെന്ന് കളയാൻ പറ്റും, സൈസ് കൂടുതലായതുകൊണ്ട്. അങ്ങോട്ട് പോകുന്നൊരു സൈസ് കുറയുന്നുണ്ട്, പെട്ടെന്ന് കളയാൻ പറ്റത്തില്ല. ഇതാണ് ലാന്ത്രയുടെ കോൺട്രാക്ഷനും കോൺസിക്വൻസും. സ്ഥിരം ചോദിക്കുന്നതാണേ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പം D ആൻഡ് F ബ്ലോക്ക് എലമെൻറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ അത് മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കാം കേട്ടോ, D ആൻഡ് F ബ്ലോക്ക് എലമെൻറ്റ്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ടേംസ് ആണ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ടേംസിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്, ഒന്ന് ലിഗാൻഡ് പഠിച്ചു വെക്കുക. ലിഗാൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മോണോഡെൻഡേറ്റ് ഉണ്ട്, ഒരു ഡെൻറ്റിസിറ്റി വരുന്ന ലിഗാൻഡ് ഉണ്ട്. പിന്നെ ബൈഡെൻഡേറ്റ് ഉണ്ട്, രണ്ട് ഡെൻറ്റിസിറ്റി വരുന്ന. പോളിഡെൻഡേറ്റിൽ നമുക്ക് ഒരെണ്ണേ പഠിക്കാനുള്ളൂ, ഹെക്സാഡെൻഡേറ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. പിന്നെ ആംബിഡെൻഡേറ്റ് ഉണ്ട്, ആംബിഡെൻഡേറ്റ് ലിഗാൻസ്. ദെൻ ചീലേറ്റിംഗ് ലിഗാൻസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ലിഗാൻസിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. പിന്നെ അതിനുശേഷം നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ടത് കോർഡിനേഷൻ നമ്പർ എന്താണ്, ദെൻ കോർഡിനേഷൻ സ്പിയർ എന്താണ്, ദെൻ ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും ലിഗാൻഡ്, ഹെട്രോലെപ്റ്റിക്, ഈ രണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്താണ്, അത്രയും മതി ടേംസിനകത്ത്. പിന്നെ ഓക്സിഡേഷൻ നമ്പർ അല്ലേ. പിന്നെ അതിനകത്ത് മോണോഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ കഴിയുന്ന ലിഗാൻസ്. ബൈഡെൻഡേറ്റിന് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം, രണ്ട് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. അതിന് എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് OXഉം ENഉം ആണ്. OX എന്ന് പറഞ്ഞാൽ ഓക്സലേറ്റ്, COO-, EN എന്ന് പറഞ്ഞാൽ എത്തിലീൻ ഡൈയമൈൻ. ഓക്കെ, ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് 2 ഓക്സിജനാണ്, ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് 2 നൈട്രജനാണ്. ഓക്കെ, ദെൻ പോളിഡെൻഡേറ്റിൽ ഒരെണ്ണം പഠിക്കാനുള്ളൂ, ഹെക്സാഡെൻഡേറ്റ് ആണ്. അതിന് എക്സാമ്പിൾ EDT ആണ്. EDTയുടെ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം അല്ലേ. CH2, CH2N, CH2COO-, CH2COO-, ഇവിടെയും CH2COO-, ഇവിടെയും CH2COO-. ഇവിടെ ബോണ്ട് ഫോം ചെയ്യുന്നത് 2 നൈട്രജനും 4 ഓക്സിജനുമാണ്. മൊത്തം 6 ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അത് പഠിച്ചു വെച്ചേക്കുക ഹെക്സാഡെൻഡേറ്റിലേക്ക്. ആൻഡ് ഒരെണ്ണേ പഠിക്കാനുള്ളൂ. പോളിഡെൻഡേറ്റിൽ നമുക്ക് ഒരെണ്ണേ പഠിക്കാനുള്ള ഹെക്സാഡെൻഡേറ്റ്, അതിന് എക്സാമ്പിളാണ് EDT. സ്ട്രക്ചർ പഠിച്ചു വെച്ചേക്കുക, ആരൊക്കെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ആംബിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡോണർ ആറ്റംസ് ഉണ്ട്, പക്ഷേ ഒരു സമയം ഒരാൾക്ക് മാത്രമേ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റൂ. അതിനെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻഡേറ്റ്. ഓക്കെ, ഈ ബൈഡെൻഡേറ്റിൽ 2 പേർക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, ആ 2 പേരും ബോണ്ട് ഫോം ചെയ്യും, അതാണ് ബൈഡെൻഡേറ്റ്. ആംബിഡെൻഡേറ്റ് പറഞ്ഞാൽ 2 പേർക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും, പക്ഷേ ഒരു സമയം ഒരാൾക്ക് ഫോം ചെയ്യാൻ പറ്റും, മറ്റേ ആൾ ഫോം ചെയ്യില്ല. ഈ ആംബിഡെൻഡേറ്റിന് എക്സാമ്പിൾ വരുന്നത് NO2- SCN- ആണ് ആംബിഡെൻഡേറ്റ്. പിന്നെ ചീലേറ്റിംഗ് ലിഗാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ മെറ്റലിന് ചുറ്റും സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന ലിഗാൻസിനെ വിളിക്കുന്ന പേരാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്. അതിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുള്ളത് OXഉം ENഉം ആണ്, EDT. ഇത് മൂന്നുമാണ് ചീലേറ്റിംഗ് ലിഗാൻഡ്. ഇവരൊഴികെ ബാക്കി എന്ത് വന്നാലും അത് മോണോഡെൻഡേറ്റ് ആണെന്ന് പഠിച്ചു വെച്ചേക്കാം. അതാണ്. പിന്നെ
CN കോർഡിനേഷൻ നമ്പർ. കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ മെറ്റലിന് ചുറ്റും എത്ര ലിഗാൻഡ് ഉണ്ടോ അതിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ നമ്പർ. പിന്നെ കോർഡിനേഷൻ സ്പിയർ, മെറ്റലും ലിഗാൻഡും കൂടെ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് കോർഡിനേഷൻ സ്പിയർ. ദെൻ ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും കോംപ്ലക്സസ്. ഹോമോലെപ്റ്റിക് എന്ന് പറഞ്ഞാൽ മെറ്റലിന് ചുറ്റും ഒരു ടൈപ്പ് ലിഗാൻഡ് വന്നാൽ ഹോമോലെപ്റ്റിക്, ഒന്നിൽ കൂടുതൽ ടൈപ്പ് വന്നാൽ ഹെട്രോലെപ്റ്റിക്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കേ, ഇതാണ് നമ്മുടെ മെറ്റലിന് ചുറ്റും എത്ര ലിഗാൻഡ് ഉണ്ട്? 6 ലിഗാൻഡ് ഉണ്ട്. 6 ലിഗാൻഡ് വാട്ടർ തന്നെയാണ്, അപ്പോൾ സെയിം ലിഗാൻഡ് തന്നെയാണ് വന്നേക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ വിളിക്കുന്നവരാണ് ഹോമോലെപ്റ്റിക്. ഇവിടെ നോക്കി, CRന് ചുറ്റും 4 വാട്ടറും 2 CR, അപ്പോൾ 2 ഡിഫറൻറ്റ് ലിഗാൻഡ് വന്നിട്ടുണ്ട്. അങ്ങനെ 2 ഡിഫറൻറ്റ് ലിഗാൻഡ് വന്നാൽ വിളിക്കുന്ന പേരാണ് ഹെട്രോലെപ്റ്റിക്. അപ്പോൾ ഹോമോലെപ്റ്റിക്കും ഹെട്രോലെപ്റ്റിക്കും. അപ്പം കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ടേംസ് ലിഗാൻഡ്, കോർഡിനേഷൻ നമ്പർ, കോർഡിനേഷൻ സ്പിയർ, ഹോമോലെപ്റ്റിക്, ഹെട്രോലെപ്റ്റിക് പഠിച്ചു വെച്ചേക്കുക. ലിഗാൻസിൽ ഈ 5 പഠിക്കണേ: മോണോഡെൻഡേറ്റ്, ബയോഡെൻഡേറ്റ്, പോളിഡെൻഡേറ്റ്, ആംബിഡെൻഡേറ്റ്, ചീലേറ്റിംഗ് ലിഗാൻഡ് എല്ലാം പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ജസ്റ്റ് ഓരോ ആൾക്കാരുടെ സം എടുക്കുക, എന്നിട്ട് കൊടുക്കുക, കണ്ടുപിടിക്കുക ഓക്സിഡേഷൻ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൈമറി വാലൻസി എന്നാണ്. ചിലപ്പോൾ എക്സാമിന് ഒരു പ്രൈമറി വാലൻസി എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റും സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ കോർഡിനേഷൻ നമ്പറുമാണ്. എക്സാമിന് ചിലപ്പം പ്രൈമറി വാലൻസി, സെക്കൻഡറി വാലൻസി ആയിരിക്കും ചോദിക്കുന്നത്. പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക, സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കുക. അപ്പോൾ ഏതാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, അതാണ് പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും കോർഡിനേഷൻ നമ്പറാണ്. ദെൻ അതിനുശേഷം നോമൻക്ലേച്ചർ ആൻഡ് ഐസോമർസ്. നോമൻക്ലേച്ചർ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ലിഗാൻസിനെ ആദ്യം നെയിം ചെയ്യണം അല്ലേ, അത് എത്രയാണ്. അപ്പം ഫോർ എക്സാമ്പിൾ CrH2O 6 times 2+, മറ്റേത് എഴുതാം CrH2O 4 times Cl2+. ശരിയല്ലേ? ഇതിനകത്ത് 6H2 ഉണ്ട്. 6 ലിഗാൻഡ് വേണം ആദ്യം നെയിം ചെയ്യാൻ. ഹെക്സ, അക്വ, 6 H2 വിളിക്കുന്ന പേര് അക്വ എന്നാണ്. പിന്നെ ക്രോമിയത്തിൻ്റെ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിച്ച് എഴുതുക, എന്നിട്ട് അയോൺ എന്ന് എഴുതുക, ചാർജ് ഉള്ളതുകൊണ്ട് അയോൺ. അത് തന്നെ ഇവിടെ. ഓക്കെ, 2 ലിഗാൻഡ് ഉണ്ട്. ഈ ലിഗാൻഡിൻ്റെ പേര് അക്വ, ഈ ലിഗാൻഡിൻ്റെ പേര് ക്ലോറോ. ആൽഫബറ്റിൽ ആരാ ഫസ്റ്റ്? അക്വ ആണ്. എത്ര എണ്ണം? 4. സോ ടെട്രാ അക്വ. പിന്നെ എത്ര ക്ലോറോ? ഡൈക്ലോറോ. ക്ലോറോന്നോ ക്ലോറിഡോന്നോ എഴുതാം കേട്ടോ, ക്ലോറോ. പിന്നെ ആരാ? ക്രോമിയം. ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാം, ബ്രാക്കറ്റിന് പുറത്ത് അയോൺ എന്ന് എഴുതാം. കഴിഞ്ഞു. നെയിമിങ് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഇവിടെ മൈനസ് ചാർജ് എങ്ങാനാണ് വരുന്നതെങ്കിൽ മൈനസ് ചാർജ് ക്രോമിയം എന്ന് എഴുതാൻ പറ്റത്തില്ല, IUM മാറ്റിയിട്ട് AT എന്ന് എഴുതണം. ക്രോമേറ്റ്. നെഗറ്റീവ് ചാർജ് വരുന്ന ആളാണെങ്കിൽ AT ചേർത്ത് എഴുതണം. ഇത്രയുള്ള വ്യത്യാസം. പിന്നെ ഐസോമർസ് മസ്റ്റാണ്, നെയിമിങ് മസ്റ്റാണ്. പിന്നെ ഐസോമർസം എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഐസോമർസം മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം. ഐസോമർസത്തിൽ സ്ട്രക്ചറിൽ ലിങ്കേജ്, അയണൈസേഷൻ, കോർഡിനേഷൻ, പൊസിഷൻ, ഇത്രയും പഠിച്ചു വെച്ചേക്കാം. അത് കൂടാതെ നമുക്ക് ഐസോമർസം നമ്മൾ 2 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഐസോമർസം ഓക്കെ, ഒന്നാമത്തിനെ വിളിക്കുന്ന പേര് സ്ട്രക്ചറലാണ്, രണ്ടാമത്തത് സ്റ്റീരിയോ ആണ്. സ്ട്രക്ചറിൽ നമുക്ക് 4 പഠിക്കാനുണ്ട്. ഒന്ന് അയണൈസേഷൻ, മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കണം. അയണൈസ് ചെയ്യുന്ന ആൾക്കാർ ഡിഫറൻറ്റ്. രണ്ടാമത്തത് ലിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഡിഫറൻറ്റ്, അത് ആംബിഡെൻറ്റ് ലിഗാൻസ് മാത്രമേ കാണിക്കൂ. മൂന്നാമത്തത് സോൾവേറ്റ് ആകുമ്പോൾ വാട്ടർ മോളിക്യൂൾ കോർഡിനേഷൻ സ്പിയറിനകത്ത് പുറത്ത് എക്സ്ചേഞ്ച് ചെയ്യുന്നു. നാലാമത്തത് കോർഡിനേഷൻ എന്ന് പറയുമ്പോൾ 2 കോർഡിനേഷൻ സ്പിയർ വരുന്നതാണ് കോർഡിനേഷൻ. സ്റ്റീരിയോ ഐസോമർസം 2 ഉണ്ട്. ഓക്കെ, ജോമെട്രിക്കലും ഒപ്റ്റിക്കലും. ഈ ജോമെട്രിക്കലിനകത്ത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കേണ്ടത്, നമുക്ക് സിസും ട്രാൻസും ആണ് ജോമെട്രിക്കലിനകത്ത് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ടത് കോർഡിനേഷൻ നമ്പർ 4 വരുന്നതുകൊണ്ട് കോർഡിനേഷൻ നമ്പർ 6 വരുന്നതുകൊണ്ട്. കോർഡിനേഷൻ നമ്പർ 4 വരുന്നതിനകത്ത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് 4 വരുന്നത് PT NH3 2IS Cl2. ഇത് സ്ഥിരം നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഇതിൻ്റെ സിസും ട്രാൻസും വരയ്ക്കാനായിട്ട് സിമ്പിളാണ്. PT, ഇവിടെ ഒരു NH3 കൊടുക്കുക, ഇവിടെ ഒരു NH3 കൊടുക്കുക, ഇവിടെ ഒരു Cl കൊടുക്കുക, ഇവിടെ ഒരു Cl കൊടുക്കുക. ഇത് സിസ്. ഇനി NH3 ഇവിടെ കൊടുത്ത് Cl ഇവിടെ കൊടുത്താൽ ട്രാൻസ് ആണ്. PT NH3, ഇവിടെ NH3 കൊടുക്കുക, ഓപ്പോസിറ്റ് കൊടുക്കുക, ഇവിടെ Cl, ഇത് ട്രാൻസ്. ഇത് 2 നമുക്ക് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നത്. PT NH3 2IS Cl2 സ്ഥിരം എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അത് മസ്റ്റായിട്ടും പഠിച്ചു. കോർഡിനേഷൻ നമ്പർ 4. കോർഡിനേഷൻ നമ്പർ 6 നമുക്ക് 3 ചോദിക്കും. സിസും ട്രാൻസ് വരയ്ക്കാൻ 3 ചോദിക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. കോർഡിനേഷൻ നമ്പർ 6 കോർഡിനേഷൻ നമ്പർ 6 നമുക്ക് ഒന്ന് ചോദിക്കുന്നത് CREN ട്രൈസ് ആണ്. ഇത് സ്ഥിരം ചോദിക്കുന്നത് കേട്ടോ.
EN thrice. സ്ഥിരം ചോദിക്കുന്നത്. CR പകരം വേറെ മെറ്റലും ആകാം, പക്ഷേ EN thrice ആയിരിക്കും ചോദിക്കുന്നത്. EN thrice. പിന്നെ CrH2O 4 times Cl2, ഇതും ചോദിക്കാറുണ്ട്. 4 times Cl2. EN twice Cl2 ആണ്. EN twice Cl2 ഇത്. പിന്നെ CrH2O 4 times Cl2. പിന്നെ ആണ് ചോദിക്കാറുള്ളത് CrH2O3 Cl3, 3 വീതം വരുന്നത്. ഇത് 3 ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും സിസും ട്രാൻസും വരയ്ക്കാൻ പഠിച്ചിരിക്കും. ഇതിൻ്റെ സിസും ട്രാൻസും വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെയാണ് N twice Cl2ൻ്റെ ആണ്. സിസ് ഇങ്ങനെ വരയ്ക്കുന്നത്. Cl EN ഇതാണ് സിസ്. ഇതിൻ്റെ ട്രാൻസ് വരയ്ക്കുന്നത് എങ്ങനെയാണ്? Cl EN ഇതാണ് ട്രാൻസ്. സിസും ട്രാൻസ്. ഇനി ഇതാണെങ്കിൽ ഇങ്ങനെ വരയ്ക്കുന്നത് വായിക്കാണ്. ഇതാണെങ്കിലാണ് CR ആണ്. ഇത് വരയ്ക്കുന്നത് Cl H2O ഇത് ട്രാൻസ്, ഇത് സിസ് ആണ്. ഇവിടെ Cl H2O ഇത് സിസും ട്രാൻസ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ തന്നെ തരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. MA4B2 ഇതിൻ്റെയാണിത്. MA4B2 അതായത് മെറ്റലിന് ചുറ്റും 4 പേര് സെയിം, 2 പേര് ഡിഫറൻറ്റ്. അങ്ങനെയുള്ള കേസിൽ ഇത് രണ്ടും വരയ്ക്കുക. ആ 4 പേരെ H2 ആയിട്ട് പരിഗണിക്കുക. അപ്പം H2ക്ക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ BR ഒന്നും തരാം. BR4 എന്ന് പറയുമ്പോൾ H2 കൊടുത്ത സ്ഥാനത്തെല്ലാം BR കൊടുക്കും. ചിലപ്പോൾ CL ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അത് കൊടുക്കും. ഇവിടെ നമുക്ക് വരുന്നത് MAA twice B2. ഇത് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ ഇതെന്ന് പറയുമ്പോൾ മെറ്റലിന് ചുറ്റും 3 പേര് സെയിം, അടുത്ത 3 പേര് ഡിഫറൻറ്റ്. അത് നമുക്ക് കിട്ടുന്നത് ഫാക്കും മെറുമാണ്. ഇത് രണ്ടുമാണ് വരയ്ക്കാനുള്ളത് അതിനകത്ത്. ഫാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് H2യുടെ ഓപ്പോസിറ്റ് തന്നെ Cl3 വരയ്ക്കാം. മെർ എന്ന് പറയുമ്പോൾ ഒരിടത്ത് സെയിം ആക്കി വരയ്ക്കാം, ബാക്കിയെല്ലാം ഡിഫറൻറ്റ് വരയ്ക്കാം. ഇങ്ങനെ ഫാക്ക് ആകുമ്പോൾ ഇങ്ങനെ CR, മെറാകുമ്പോൾ ഇങ്ങനെ CR. ഫാക്ക് ആകുമ്പോഴത്തേക്ക് എല്ലാം ഓപ്പോസിറ്റ് വരയ്ക്കാം. അതായത് H2 ഇവിടെ, Cl ഇവിടെ, H2 ഇവിടെ, Cl ഇവിടെ, H2 ഇവിടെ, Cl ഇവിടെ, ഓപ്പോസിറ്റ് വരയ്ക്കാം എല്ലാം. മെറാകുമ്പോൾ ഒരെണ്ണം മാത്രം സെയിം വരയ്ക്കാം. H2, ബാക്കി ഇഷ്ടമുള്ള കൊടുക്കാം. Cl H2O Cl ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കുക. ഇതാണ് മെർ, ഫാക്കും മെർ. അപ്പോൾ ഇത് 3 കോർഡിനേഷൻ നമ്പർ 4. കോർഡിനേഷൻ നമ്പർ 6 നമുക്ക് 3 ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ചോദിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു കാര്യം മാത്രം മനസ്സിലാവും. മെറ്റലിന് ചുറ്റും 4 പേര് സെയിം, 2 പേര് ഡിഫറൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കണം. 2 പേരെ ആദ്യം ഓപ്പോസിറ്റ് കൊടുക്കുക, 2 പേരെ അടുത്തടുത്ത് കൊടുക്കുക, എന്നിട്ട് സിസ്റ്റം ട്രാൻസ് വരയ്ക്കും. 3 പേര് വരികയാണെങ്കിൽ ഫാക്കും മെറുമാണ്. അല്ലെങ്കിൽ ഫാക്ക് വരയ്ക്കുന്നത് ഓപ്പോസിറ്റ് എടുക്കുമ്പോൾ ഫാക്ക്. മെറെന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നതിൽ ഒരാളെ ഓപ്പോസിറ്റ് എടുക്കുക. 2 ഇപ്പം H2O Cl3 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇതാ NH3യും BR3യും തരാം. NH3 3 BR3 3. അപ്പം NH3 ഇവിടെ NH3 ഇവിടെ NH3 ഇവിടെ NH3 ഇവിടെ BR ഇവിടെ NH3 ഇവിടെ NH3 ഇവിടെ BR ഇവിടെ NH3 ഇവിടെ BR ഇവിടെ BR അതിനനുസരിച്ച് മാറ്റി കൊടുക്കുക. പിന്നെ ഒപ്റ്റിക്കൽ ഐസോമർസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൈറാലും അക്കൈറാലുമാണ്. അപ്പം കൈറാലും ജസ്റ്റ് നോക്കി വെച്ചേക്കുക. എന്താണ് കൈറാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസിനെ വിളിക്കുന്ന പേരാണ് കൈറാൽ. സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസിനെ വിളിക്കുന്ന പേരാണ് അക്കൈറാൽ. ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രം നോക്കി വെച്ചേക്കുക. ഓക്കെ, അതാണ് നോമൻക്ലേച്ചർ ആൻഡ് ഐസോമർസിൽ നമുക്ക് വരുന്നത്. ഐസോമർസ് മസ്റ്റാണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നൊരു ടോപ്പിക്കാണ് ഐസോമർസ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഞാൻ പറഞ്ഞ ഐസോമർസും എല്ലാം മസ്റ്റായിട്ട് നോക്കണം കേട്ടോ, കാരണം അത് സ്ഥിരം നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. ഫാക്കും മെറും ഒക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ ബുക്കിനകത്തുണ്ട്, നമ്മുടെ HSS ലൈവിന് നോട്ട് എടുത്ത് നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കിടപ്പുണ്ട്. അതേ കണക്ക് തന്നെ പഠിക്കുക എക്സാമ്പിൾ. പിന്നെ വരുന്നത് പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വെർണർ, VB ആൻഡ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. വെർണേഴ്സ് കോർഡിനേഷൻ തിയറി ഉണ്ട്, പിന്നെ അതിൻ്റെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, പ്രൈമറി വാലൻസസ് ഒക്കെ അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട്, അതൊരു 4 പോയിന്റ്. ദെൻ VB തിയറി അതിൻ്റെ ഒരു 4 പോയിന്റ്, ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ 4 പോയിന്റ്. 4 പോയിന്റ് വീതം, അത് ഇഷ്ടമുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഞാൻ പറയുന്നില്ല, ഇഷ്ടമുള്ള 4 പോയിന്റ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഏതാ 4 പോയിന്റും പഠിച്ചേക്കും, വേറെ ഒന്നും ആലോചിക്കേണ്ട, 4 പോയിന്റ് പഠിക്കും. ഓക്കെ, അങ്ങനത്തെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് അറിയാമല്ലോ, നമ്മുടെ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ സ്പ്ലിറ്റിംഗ്. അത് 2 രീതിയിലുണ്ട്. കോർഡിനേഷൻ നമ്പർ 4ലും സ്പ്ലിറ്റ് ചെയ്യും, കോർഡിനേഷൻ നമ്പർ 6ലും സ്പ്ലിറ്റ് ചെയ്യും.
കോർഡിനേഷൻ നമ്പർ 4 എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഡി ഓർബിറ്റൽസിൻ്റെ 5 ഓർബിറ്റൽസ്, അത് കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. T2G മുകളിലും EG താഴെ, ശരിയല്ലേ? ഇത് T2G, ഇത് EG. ഇവിടുത്തെ സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേര് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹീഡ്രൽ, ശരിയല്ലേ? ഇവിടുത്തെ വാല്യൂ വരുന്നത് +2/5ഉം ഇവിടുത്തെ വാല്യൂ വരുന്നത് -3/5ഉം, ശരിയല്ലേ? 3 പ്ലസ് ΔT വാല്യൂ വരുന്നത്. പിന്നെ അടുത്തത് കോർഡിനേഷൻ നമ്പർ 6 ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്പ്ലിറ്റിംഗ് വരുന്നത് ഇത് ഡി ഓർബിറ്റൽസ് 5 എണ്ണം, മുകളിൽ പോകുന്നത് ആരാ? EGയും താഴെ വരുന്നത് ആരാ? T2G. ഇവിടുത്തെ സ്പ്ലിറ്റിങ്ങിനെ വിളിക്കുന്ന പേര് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹീഡ്രൽ, ΔO. ഇവിടുത്തെ വാല്യൂ വരുന്നതെന്ന് പറയുന്നത് +3/5ഉം ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് -2/5ഉം, Δ0. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹീഡ്രൽ, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹീഡ്രൽ. സിമ്പിൾ, കാണാതെ പഠിച്ച് വെച്ചേക്കാം. അത്രയുമാണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ വരുന്നത്. മസ്റ്റാണേ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഐസോമർസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്നതാണേ, അതുകൊണ്ട് ഒരിക്കലും ഒഴിവാക്കി കളയരുത്. മസ്റ്റായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. സ്ഥിരം ചോദിക്കുന്നതാണ് നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ ഐസോമർസ് എന്ന് പറയുന്നത്. സ്ഥിരം എക്സാമിന് മാറി തിരിയും ചോദിക്കുന്നത്. പിന്നെ വരുന്നത് നെയിംഡ് റിയാക്ഷൻസ് ആണ്. 9 നെയിംഡ് റിയാക്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ സാൻമേഴ്സ് റിയാക്ഷൻ ഉണ്ട്, ഗട്ടർമാൻ റിയാക്ഷൻ ഉണ്ട്, വില്യംസൺ ഈതർ സിന്തസിസ്, ദെൻ ഹൺസ്ഡിക്കർ റിയാക്ഷൻ. നമ്മളത് ടോപ്പിക്കായിട്ട് ക്ലാസ്സിൽ എടുത്തതാണ്, നമ്മളത് എല്ലാം പറഞ്ഞതാണ്. ഹൺസ്ഡിക്കർ റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിക്ക്, ദെൻ നമ്മുടെ 2 ഫിംഗൽസ്റ്റീനും സ്വാട്സും. 9 എണ്ണം പഠിച്ചിട്ട് പോകണം. വീണ്ടും ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ. അതിനുശേഷം വരുന്നത് SN1 SN2 റിയാക്ഷൻ. അതും നമ്മൾ ടോപ്പിക്കായിട്ട് എടുത്തിട്ടുണ്ട്. എന്താണ് SN1 റിയാക്ഷൻ, എന്താണ് SN2 റിയാക്ഷൻ എന്നും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട റിയേജൻസ് എന്നും ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞായിരുന്നു മഗ്നീഷ്യം ട്രൈതർ അല്ലേ, ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ്, ദെൻ പിന്നെ പറഞ്ഞത് PCl3 PCl5 SOCl2 അല്ലേ. ഈ റിയേജൻസ് ഒക്കെ പഠിച്ചു വെക്കണമെന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ദെൻ അതേ കണക്ക് തന്നെ അക്വസ് KOH, ആൽക്കഹോളിക് KOH, ഇത്രയും റിയേജൻസ് പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 റിയേജൻസ്, ഇതിൻ്റെയും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. റിയേജൻസ് 5 എണ്ണം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്നും പറഞ്ഞു. ആ 5 എണ്ണം പഠിച്ചു വെച്ചേക്കും. ഓക്കെ. പിന്നെ വരുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ബെൻസി റിങ്ങിൽ വരുന്ന ഗ്രിഗ്നാർഡ് റിയേജൻറ്റും പിന്നെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനുമാണ്. അത് നമ്മുടെ ബെൻസി റിങ്ങിൽ വരുന്ന ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. നമുക്കറിയാലോ, മറ്റേ ബെൻസി റിങ് ഹാലജൻ എടുക്കുന്നു, X. ആദ്യം ഹാലജനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാലജനേഷൻ നൈട്രേഷൻ എന്ന് പറയുമ്പോൾ HNO3 ആഡ് ചെയ്യുന്നു, HNO3യുടെ കൂടെ H2SO4 കൂടെ ആഡ് ചെയ്യുന്നു. ഇവിടെ ഓർത്തോ പൊസിഷനിൽ NO2 വരും അല്ലേ, H2SO4 ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് ഹാലജൻ അവിടെ തന്നെ ഉണ്ട്, ഓർത്തോ പൊസിഷനിൽ NO2 വരും. ദെൻ അടുത്തതായിട്ട് പാരാ പൊസിഷനിൽ NO2 വരും. ഇങ്ങനെ. പിന്നെ സൾഫണേഷൻ ആകുമ്പോൾ ഇവിടെ SO3H വരും, ഇവിടെ SO3H വരും. ഫിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആകുമ്പോൾ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വരും, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് വരും. അസൈലേഷൻ ആകുമ്പോൾ ഇവിടെ അസൈൽ ഗ്രൂപ്പ് വരും, ഇവിടെ അസൈൽ ഗ്രൂപ്പ് വരും. സിമ്പിൾ, 4 എണ്ണം പഠിച്ചു വെച്ചേക്കാം. നൈട്രേഷൻ, സൾഫണേഷൻ, ഫിഡൽ ക്രാഫ്റ്റിൻ്റെ 2 റിയാക്ഷൻ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിനകത്ത് പറയാനായിട്ട്. സിമ്പിൾ സാധനമാണ്, നമ്മളത് എടുത്തെടുത്ത് ഇതായതാണ്, അതുകൊണ്ടാണ് പിന്നെ അത് പറയാത്തത്. ഇനി ആൽക്കഹോൾസിൻ്റെ കേസാണ്. ആൽക്കഹോൾസിൽ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ്. നിങ്ങൾ ആൽക്കഹോൾസിന് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം? ഗ്രിഗ്നാർഡ് റിയേജൻ്റ് വഴി പ്രിപ്പയർ ചെയ്യാം, ലിത്തിയം അലൂമിനിയം ഹൈഡ്രൈഡ് വഴി പ്രിപ്പയർ ചെയ്യാം, ഹൈഡ്രോബൊറേഷൻ റിയാക്ഷൻ ചെയ്യാം. ഏതൊക്കെയുണ്ടോ അത് മൊത്തം നോക്കിയിട്ട് പോകണം. കാരണം എന്നറിയോ, നമുക്ക് എടുത്ത് പറയാൻ പറ്റത്തില്ല, കാരണം ഏത് വേണമെങ്കിലും ചോദിക്കാം പ്രിപ്പറേഷനകത്ത്. അപ്പം പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾസ് ഫീനോൾസിൽ ഒരു 3-4 റിയാക്ഷൻ വെച്ച് 3 എണ്ണം ആൽക്കഹോളിൻ്റെത് 3 എണ്ണം ഫീനോളിൻ്റെത് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം. ഓക്കെ. പിന്നെ വരുന്നത് ലൂക്കാസ് ടെസ്റ്റ്. ലൂക്കാസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ലൂക്കാസ് ടെസ്റ്റ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തൊക്കെ എടുക്കുന്ന റിയേജൻറ്റ്? അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡും കോൺസെൻട്രേറ്റഡ് HCl. ശരിയല്ലേ? അതിൽ ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ടർബിഡിറ്റി ആണ്, പെട്ടെന്ന് തന്നെ ടർബിഡിറ്റി കിട്ടും. അങ്ങനെയാണെങ്കിൽ ടെറിഷറി ആണ്. ഇതിനെ എടുത്ത് നമ്മൾ ആൽക്കഹോളോട് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ടർബിഡിറ്റി കിട്ടിയാൽ ആ ആൽക്കഹോൾ ടെറിഷറി ആണ്. സെക്കൻഡറി ആണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ടർബിഡിറ്റി കിട്ടും. പ്രൈമറി ആണെങ്കിൽ നോ ടർബിഡിറ്റി. ടർബിഡിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രൈമറിയാണ്. അതായത് നമുക്കൊരു 3 ആൽക്കഹോൾ തരുന്നു, എന്നിട്ട് ഇതിൽ ഏതാണ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൂക്കാസ് റിയേജൻ്റ് എടുത്ത് ഇട്ട് കൊടുക്കുന്നു ഓരോന്നിലും. ഏതിനാണോ പെട്ടെന്ന് ടർബിഡിറ്റി കിട്ടും, ഇട്ട ഉടനെ ടർബിഡിറ്റി കിട്ടും. ടർബിഡിറ്റി മറ്റേ കഞ്ഞിവെള്ളം പോലെ ഇരിക്കും, കട്ട പിടിച്ചിങ്ങനെ ഇരിക്കും. പെട്ടെന്ന് ടർബിഡിറ്റി കിട്ടിയാൽ അത് ടെറിഷറിയാണ്.
കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ടർബിഡിറ്റി കിട്ടുന്നതെങ്കിൽ അത് സെക്കൻഡറി ആണ്. ടർബിഡിറ്റി കിട്ടുന്നില്ലേ എങ്കിൽ അത് പ്രൈമറി ആണ്. അതാണ് ലൂക്കാസ് ടെസ്റ്റ്. പഠിച്ചു വെച്ചോണേ, സ്ഥിരം ചോദിക്കുന്നതാണേ. പിന്നെ വരുന്നത് കോപ്സ് റിയാക്ഷനും റൈമർ തേമാൻ റിയാക്ഷനും. അത് രണ്ടും ഏകദേശം ഒരേ രീതിയിൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് രണ്ടും ഒരുമിച്ച് അങ്ങ് എടുത്തേക്കുന്നത്. കോപ്സ് റിയാക്ഷനും റൈമർ തേമാൻ റിയാക്ഷനും ഇങ്ങനെയാണ് സംഭവം. രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽക്കഹോളിൽ നിന്നാണ്. ആൽക്കഹോൾസ് മീൻസ് ഫീനോളിൽ നിന്നാണ്. ഫീനോൾ എടുത്തിട്ട് ഇതിനകത്തോട്ട് ഫീനോൾ എടുത്തിട്ട് ഇതിനകത്തോട്ട് CHCl3 ബാർ NaOH, ക്ലോറോഫോം NaOH. ഇവിടെ നമ്മൾ എടുക്കുന്നത് NaOHും CO2 കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്ക് കിട്ടുന്നത് NaOHും CHCl3 എടുത്താൽ നമുക്ക് കിട്ടുന്നത് OHും CHOയും. NaOHും CO2 എടുത്താൽ നമുക്ക് കിട്ടുന്നത് OHും COOHും. ഇതിനെ വിളിക്കുന്ന പേര് സാലിസിലിക് ആൽഡിഹൈഡും ഇതിനെ വിളിക്കുന്ന പേര് സാലിസിലിക് ആസിഡും. സാലിസിലിക് ആൽഡിഹൈഡ് കിട്ടുന്ന റിയാക്ഷൻ റൈമർ തേമാൻ റിയാക്ഷൻ. സാലിസിലിക് ആസിഡ് കിട്ടുന്ന റിയാക്ഷൻ കോപ്സ് റിയാക്ഷൻ. രണ്ടും ഒരാൾ ഇതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തേക്കുന്നത് കോപ്സും റൈമർ തേമാൻ. കോപ്സ് നടക്കുന്നത് CHCl3 ക്ലോറോഫോമും NaOHും. ഇവിടെ NaOHും CO2. റൈമർ തേമാൻ റിയാക്ഷനിൽ സാലിസിലിക് ആസിഡ് കിട്ടും. കോപ്സ് റിയാക്ഷനകത്ത് സാലിസിലിക് ആൽഡിഹൈഡ് കിട്ടും. കോപ്സ് റിയാക്ഷനകത്ത് സാലിസിലിക് ആസിഡ് കിട്ടും. റൈമർ തേമാനും കോപ്സും സിമ്പിൾ രണ്ട് ഫീനോളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എടുക്കുന്ന റിയേജൻറ്റ് മറന്നു പോകരുത്. പിന്നെ വരുന്നത് നമ്മുടെ ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് അത് നമുക്ക് സ്ഥിര എക്സാമിന് ചോദിക്കുന്നത്. അതായത് ഫീനോളിൻ്റെ ആണ് പഠിക്കാനുള്ള കേട്ടോ. ഫീനോളിനകത്ത് ഞാൻ നൈട്രേഷൻ ചെയ്യുകയാണ് ആദ്യം. നൈട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് രണ്ട് രീതിയിൽ നൈട്രേഷൻ എടുക്കാം. ഒന്നില്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് HNO3 എടുക്കാം, അല്ലെങ്കിൽ ഡയലൂട്ട് HNO3 എടുക്കാം. ഈ രണ്ട് രീതിയിൽ നൈട്രേഷൻ ചെയ്യാം. രണ്ടിന് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. കാരണം നൈട്രേഷൻ ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്ന HNO3 ആണ്. NO2 ആണ് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിൽ കോൺസെൻട്രേറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും കിട്ടുന്നത്. OH ഇവിടെയും NO2 കിട്ടും, ഇവിടെയും NO2 കിട്ടും, ഇവിടെയും NO2 കിട്ടും. ഇതിനെ വിളിക്കുന്ന പേര് പിക്രിക് ആസിഡ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഫീനോളിനെ എങ്ങനെ പിക്രിക് ആസിഡ് ആക്കാം. കോൺസെൻട്രേറ്റ് HNO3 ആഡ് ചെയ്താൽ മതി. ഇനി ഡയലൂട്ട് HNO3 ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. OH ഇവിടെയും NO2 കിട്ടും, അല്ലെങ്കിൽ OH ഇവിടെയും NO2 കിട്ടും. ഓർത്തോയിലും പാരയിലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇത് ഓർത്തോയിലും പാരയിലും എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും. കോൺസെൻട്രേറ്റ് ആണെങ്കിൽ, ഡയലൂട്ട് ആണെങ്കിൽ ഓർത്തോയിലോ പാരയിലോ എവിടെയെങ്കിലും ഒരിടത്ത് കിട്ടും. ഇനി അടുത്തത് ഇതേ ഫീനോളിനെ തന്നെ എടുക്കുന്നു. കോൺട്രവേഴ്സി വരുന്ന രണ്ടെണ്ണേ പറയുന്നോളെ. ഇതേ ഫീനോളിനെ തന്നെ എടുക്കുന്നു. എന്നിട്ട് ആദ്യം ബ്രോമിൻ ആഡ് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് FeX3 ബ്രോമിൻ ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് OHൻ്റെ ഓർത്തോ പൊസിഷനിൽ ബ്രോമിൻ വരും, അല്ലെങ്കിൽ OHൻ്റെ പാരാ പൊസിഷനിൽ ബ്രോമിൻ വരും, ഓർത്തയിലോ പാരയിലോ. എന്നാൽ ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ, ബ്രോമിനും വെള്ളവും ആണെങ്കിൽ എനിക്ക് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? OH ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ വരും, ഇവിടെയും ബ്രോമിൻ വരും. ഇതിനെ വിളിക്കുന്ന പേര് ട്രൈബ്രോമോ ഫീനോൾ. അത് ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ. അല്ലാതെ ഹാലജനേഷൻ ബ്രോമിന് FeX3 ആണെങ്കിൽ ഓർത്തോയിലോ പാരയിലോ സെപ്പറേറ്റ് ആയിട്ട് ബ്രോമിൻ വരും. ഈ രണ്ട് റിയാക്ഷനുമാണ് നിങ്ങൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനകത്ത് നോക്കി വെക്കേണ്ടത്. പിന്നുള്ള രണ്ട് റിയാക്ഷൻ നിങ്ങൾ പഠിച്ചു. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മറ്റേ കോപ്സും റൈമർ തേമാനും. അത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സാമ്പിളാണ്, പക്ഷേ അത് നെയിംഡ് റിയാക്ഷനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് റിയാക്ഷനും പഠിച്ചു വെച്ചേക്കാം. നിങ്ങൾക്ക് എക്സാമിന് ഫീനോൾ പ്ലസ് കോൺസെൻട്രേറ്റ് HNO3 എന്ന് തരുത്തുള്ളൂ. പ്രോഡക്റ്റ് ഇതാണെന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഡയലൂട്ട് HNO3 ആണെങ്കിൽ ഓർത്തയും പാരയും സെപ്പറേറ്റ് കിട്ടും. ബ്രോമിൻ വാട്ടർ ആണെങ്കിൽ എല്ലായിടത്തും ബ്രോമിൻ വരും. മീൻസ് ഇവിടെയും ഇവിടെയും ഇവിടെയും. ഇവിടെ രണ്ടിടത്തും വരത്തില്ലേ? ഇത് മെറ്റാ പൊസിഷനാണ്, വരത്തില്ല. പിന്നെ ബ്രോമിൻ FeX3 ആണെങ്കിൽ ഓരോരുത്തരത്ത് മാത്രം വരും, ഓർത്തയിലോ പാരയിലോ. ഓക്കെ ആണല്ലോ. സോ ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ്. ഓക്കെ, ഇനി നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ബോയിലിംഗ് പോയിന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ബോയിലിംഗ് പോയിന്റ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് കാർബണിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് കൂടും. ഒരാൾക്ക് 2 കാർബൺ,
ഒരാൾക്ക് 3 കാർബൺ, ഒരാൾക്ക് 4 കാർബൺ. ആർക്കാ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. അപ്പോൾ ഇയാളെക്കാട്ടിയും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ഇയാൾക്ക്, ഇയാളെക്കാട്ടിയും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ഇയാൾക്ക്. കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. ഇനി 2, 3, 4, 4 കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. ഇയാളെക്കാട്ടിയും ബോയിലിംഗ് പോയിന്റ് കൂടുതലായിരിക്കും ഇയാൾക്ക്, ഇയാളെക്കാട്ടിയും കൂടുതലായിരിക്കും ഇയാൾക്കും ഇയാൾക്കും. 2 പേർക്ക് 4 കാർബൺ വീതം ഉണ്ട്. അതിലാർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ? അങ്ങനെ സെയിം നമ്പർ ഓഫ് കാർബൺ വരികയാണെങ്കിൽ ബ്രാഞ്ച് നോക്കുക. ബ്രാഞ്ച് കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കുറയും. 2 പേർക്ക് സെയിം നമ്പർ ഓഫ് കാർബൺ ആണെങ്കിൽ ഇതിനകത്ത് ആർക്കാണ് ബ്രാഞ്ച് വരുന്നതെന്ന് നോക്കുക. ആർക്കാണോ ബ്രാഞ്ച് വരുന്നത് അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. അപ്പോൾ ഇയാൾക്കാണ് ബ്രാഞ്ച് എങ്കിൽ ഇയാൾക്ക് ബോയിലിംഗ് പോയിന്റ് ഇയാളെക്കാട്ടിയും കുറവായിരിക്കും. അപ്പോൾ ഇയാൾക്കാണ് ഏറ്റവും കൂടുതൽ, പിന്നാണ് ഇയാൾക്ക് വരുന്നത്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇത്രയും കാര്യം മാത്രം ആലോചിക്കുക. കുറേ ആൾക്കാരെ തന്നിട്ട് ബോയിലിംഗ് പോയിന്റിൻ്റെ ഓർഡർ എഴുതാൻ പറയും. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എല്ലാവരുടെയും കാർബണിൻ്റെ എണ്ണം എഴുതുക. സ്ട്രക്ചർ ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ പേരായിരിക്കും തരുന്നത്. പേരിനെ സ്ട്രക്ചറാക്കി മാറ്റിയിട്ട് എല്ലാവരുടെയും കാർബണിൻ്റെ എണ്ണം എഴുതാം. കാർബണിൻ്റെ എണ്ണം കൂടുന്തോറും ബോയിലിംഗ് പോയിന്റ് കൂടും. ഇനി കാർബണിൻ്റെ എണ്ണം 2 പേർക്ക് സെയിം ആയിട്ട് വന്നാൽ ആർക്കാണോ ആ 2 പേരിൽ ബ്രാഞ്ച് വരുന്നത് അയാൾക്ക് ബോയിലിംഗ് പോയിന്റ് മറ്റേയാളെക്കാട്ടിയും കുറവായിരിക്കും. അതാണ് ബോയിലിംഗ് പോയിന്റിനെ ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ ഫൈൻ. ഓക്കെ, ഇനിയാണ് നമുക്ക് നമ്മുടെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് വരുന്നത്. ആൽക്കഹോൾസ്, ഫിനോൾസ്, ഈതേഴ്സ് കഴിഞ്ഞു. അതിനകത്ത് ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സ്. അതിനകത്ത് കുറേ നെയിംഡ് റിയാക്ഷൻസ് ഉണ്ട്, ഒരുപാടെണ്ണം ഉണ്ട്. അതിനകത്ത് സ്റ്റീഫൻസ് റിയാക്ഷൻ വരുന്നുണ്ട്, റോസൻമണ്ട് റിഡക്ഷൻ വരുന്നുണ്ട്, പിന്നെ എറ്റാർഡ് റിയാക്ഷൻ വരുന്നുണ്ട്. അങ്ങനെ കുറേ റിയാക്ഷൻസ് വരുന്നുണ്ട്. ആ റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ പഠിക്കണം. എന്താണ് സംഭവിക്കുന്നത് മസ്റ്റായിട്ട് നോക്കി വെച്ചേക്കണം. ഒരു കാരണവശാലും അതിനെ വിടരുത്. എറ്റാർഡ് റിയാക്ഷൻ, സ്റ്റീഫൻസ് റിയാക്ഷൻ ഉണ്ട്, റോസൻമണ്ട് റിഡക്ഷൻ ഉണ്ട്. എല്ലാ റിയാക്ഷൻസും ഒന്നുപോലും വിടാതെ എല്ലാം പഠിച്ചോണം. പിന്നെ ആൽഡോൾ കണ്ടൻസേഷൻ ഉണ്ട്, കാനിസാരോ റിയാക്ഷൻ ഉണ്ട്. നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് രണ്ടും. മസ്റ്റായിട്ടും എല്ലാ നെയിംഡ് റിയാക്ഷൻ എടുത്ത് പറയുന്നില്ല. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് HSS.live നോട്ട് ഡൗൺലോഡ് ചെയ്യുക. ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്, കാർബോക്സിലിക് ആസിഡ് എടുക്കുക. അതിനകത്ത് ഏതൊക്കെ നെയിംഡ് റിയാക്ഷൻ ഉണ്ടോ എല്ലാ നെയിം, റോസൻമണ്ട് റിഡക്ഷൻ, സ്റ്റീഫൻസ് റിയാക്ഷൻ, പിന്നെ അത് കണക്ക് തന്നെ ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ റിയാക്ഷൻ, എറ്റാർഡ് റിയാക്ഷൻ, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ, എല്ലാ റിയാക്ഷനും പഠിക്കണം. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല അതിനകത്ത് എല്ലാ റിയാക്ഷനും. കാരണം അതിനകത്താണ് ഏറ്റവും കൂടുതൽ നെയിംഡ് റിയാക്ഷൻ വരുന്നത്. മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കണം എല്ലാ നെയിംഡ് റിയാക്ഷനും കേട്ടോ. പിന്നെ വരുന്നത് ആൽഡോൾ കണ്ടൻസേഷനും കാനിസാരോ റിയാക്ഷനുമാണ്. അത് രണ്ടും ആൽഡിഹൈഡിൽ നടക്കുന്ന റിയാക്ഷനാണ്. ആൽഡോൾ കണ്ടൻസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിനകത്ത് ആൽഫ ഹൈഡ്രജൻ വേണം. ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിനകത്ത് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഏത് റിയാക്ഷൻ ആയിരിക്കും? ആൽഡോൾ കണ്ടൻസേഷൻ ആയിരിക്കും. ആൽഡിഹൈഡ് അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിനകത്ത് ഹൈഡ്രജൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് റിയാക്ഷൻ ആയിരിക്കും? കാനിസാരോ. രണ്ടിനും എടുക്കുന്ന ഒരേ ആൾക്കാരെയാണ്, NaOH അല്ലെങ്കിൽ KOH. അപ്പം നിങ്ങൾ നോക്കേണ്ടത് ഇതാണ്. ആൽഡിഹൈഡ് തന്നിട്ട് NaOHോ KOHോ ആണ് ആലോചിക്കാത്ത തരുന്നതെങ്കിൽ അത് ആൽഡോൾ കണ്ടൻസേഷനോ കാനിസാരോ റിയാക്ഷനോ ആണ്. ആൽഡോൾ കണ്ടൻസേഷൻ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത്, ആൽഡോൾ കണ്ടൻസേഷൻ ആവണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത് ആ CHO അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിനകത്ത് ഹൈഡ്രജൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. CHO അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് ആൽഡോൾ കണ്ടൻസേഷനും, CHO അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിൽ ഹൈഡ്രജൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് കാനിസാരോ റിയാക്ഷനും ആയിരിക്കും. ചെക്ക് ചെയ്യാം നമുക്ക്. നോക്കിയോണേ, എളുപ്പമാണ്, രണ്ട് സിമ്പിളാണ്. രണ്ട് സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം എക്സാമിന് സ്ഥിരം ചോദിക്കുന്നുണ്ട്. ഇനി എനിക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇത് ആൽഡോൾ കണ്ടൻസേഷനാണ്. കാരണം ഇത് ആൽഡിഹൈഡ് രണ്ടിടത്ത് NaOH KOH ആഡ് ചെയ്യുന്നു. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷനോ കാനിസാരോ റിയാക്ഷനോ ആണ്. അതിലേതാണെന്നാണ് എനിക്ക് നോക്കേണ്ടത്. അപ്പോൾ ആൽഡോൾ കണ്ടൻസേഷൻ ആകണമെങ്കിൽ CHO അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബണിനകത്ത് ഹൈഡ്രജൻ ഉണ്ടായിരിക്കണം. ഉണ്ട്. അപ്പോൾ ഇത് ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. അതിൻ്റെ പ്രോഡക്റ്റ് നമുക്ക് എഴുതാം. ഇവിടെ CHO അറ്റാച്ച് ചെയ്തേക്കുന്ന CHO കാർബണിനകത്ത് അറ്റാച്ച് ചെയ്തിട്ട് പോലും ഇല്ല. അപ്പോൾ അവിടെ ഒരു കാർബൺ ഇല്ല, അപ്പോൾ ഹൈഡ്രജനും ഇല്ല. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ്? കാനിസാരോ. കാനിസാരോയുടെ പ്രൊഡക്റ്റ് ഞാൻ ആദ്യം എഴുതാം. കാനിസാരോ സിമ്പിളാണ്. കാനിസാരോയിൽ നമ്മുടെ CHO ആദ്യം ഒരു CHOയെ CH2OH ആക്കുക. കാനിസാരോ റിയാക്ഷൻ നടക്കുന്നത് ആദ്യത്തെ CHOയെ CH2OH ആക്കുക, രണ്ടാമത്തെ CHOയെ COONA ആക്കുക.
അതായത് ഇവിടെ നമ്മൾ 2 എണ്ണം എടുക്കും, ഇവിടെയും നമ്മൾ 2 എണ്ണം എടുക്കും. രണ്ടെടുത്ത് നമ്മൾ ഓരോന്ന് വീതമാണ് എടുക്കുന്നതെങ്കിൽ 2 എണ്ണമാണ് ഒരു സമയം റിയാക്ട് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ആളുടെ കണ്ടൻസർ റിയാക്ഷൻ ആണെങ്കിൽ അതിൽ ആദ്യത്തെ ആളുടെ CHOയെ CH2OH ആക്കുക, രണ്ടാമത്തെ ആളുടെ CHOയെ COONA ആക്കുക. അപ്പം HCOONA ഇതാണ് പ്രൊഡക്റ്റ്. ഓക്കെ, അത് വേറെ റിയാക്ഷൻ എന്താ, ബെൻസീൻ റിങ്ങിനകത്ത് CHO പ്ലസ് NaOH. ഇത് ഏത് റിയാക്ഷൻ ആണെന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് CHO, ഇതാണ് CHO അറ്റാച്ച് ചെയ്തേക്കുന്ന കാർബൺ. അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ബെൻസീൻ റിങ്ങിലെല്ലാം ഓരോ ഹൈഡ്രജൻ വീതം ഉണ്ട്. പക്ഷെ ആ ഒരു ഹൈഡ്രജനെ മാറിയിട്ടാണ് CHO വന്നേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈഡ്രജൻ ഇല്ല. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ്? കന്നിസാരമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മൊത്തം 2 എണ്ണം വരും. അതിൽ ഒരു CHO എന്താക്കുക? CH2OH. അപ്പോൾ ഒരു CHO മാറ്റിയിട്ട് CH2OH ആക്കുക. ദെൻ രണ്ടാമത്തെ CHOയെ മാറ്റിയിട്ട് എന്താക്കുക? COON. കഴിഞ്ഞു പ്രൊഡക്റ്റ്. ഇതാണ് കെൻസാരം. എന്നാൽ ആൽഡോൾ ആകുമ്പോഴത്തേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ആൽഡോൾ ഇങ്ങനെയാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 2 എണ്ണം വരും. CH3 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് H. ഒരാളെ അങ്ങനെ എഴുതാം, C ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് H. രണ്ടാമത്തെ ആളെ ഇങ്ങനെ തന്നെ എഴുതാം, CH3 CHO. ഇങ്ങനെ തന്നെ എഴുതാം. ആദ്യത്തെ ആളുടെ C ഡബിൾ ബോണ്ട് H എന്ന് എഴുതാം, രണ്ടാമത്തെ ആളെ അങ്ങനെ എഴുതാം. എന്നിട്ട് ഇവിടുത്തെ H ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ സിംഗിൾ ബോണ്ട് OH ആവും. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് CH3 CH സിംഗിൾ ബോണ്ട് OH. ഇവിടെ CH2 ആവും, CH2 CHO. ഇതായിരിക്കും കിട്ടും. ഇതിനെ വിളിക്കുന്ന പേരാണ് ആൽഡോൾ. ആൽഡിഹൈഡും OL. ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ OHും ഇവിടുത്തെ H പോകും. ഇവിടെ ഡബിൾ ബോണ്ട് ആവും. എന്ത് കിട്ടും? CH3 CH ഡബിൾ ബോണ്ട് CH CHO. ഇതിനെ വിളിക്കുന്ന പേര് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആൽഡിഹൈഡ്. ഇതാണ് റിയാക്ഷൻ. ഇത് ആൽഡോൾ കണ്ടൻസേഷൻ, ഇത് കെൻസാരോ റിയാക്ഷൻ. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പഠിച്ചു വെച്ചേക്കണം, മസ്റ്റാണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്, ഇത്രയും എക്സ്പ്ലനേഷൻസ് ആണ് അതിന് വരുന്നത്. മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകും. അടുത്തിലോട്ട് പോകാം. നമ്മൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷനിലോട്ട് പോവാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അത് ഹാലോഫോം റിയാക്ഷനാണ്. ഹാലോഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്ലോറോഫോമോ ഐഡോഫോമോ കിട്ടുന്ന റിയാക്ഷനാണ്. ഇത് നമ്മളുടെ കീറ്റോൺ ആണ് റിയാക്ട് ചെയ്യുന്നത്. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് കീറ്റോൺ ആണ്. അതായത് RCOCH3 കീറ്റോൺ ആണ് റിയാക്ട് ചെയ്യുന്നത്. കീറ്റോൺ ആണ് റിയാക്ഷൻ തരുന്നത്. കീറ്റോൺസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്? ഐഡോഫോമോ അല്ലെങ്കിൽ ഹാലോഫോമോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷനാണ് ഇതെന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് സംഭവിക്കുന്നത് ഇത് NaOXുമായിട്ട് കമ്പൈൻ ചെയ്യും. സോഡിയം ഹൈപ്പോഹാലൈഡ് NaOXുമായിട്ട് കമ്പൈൻ ചെയ്യും. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഈ ONA ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പം RCOONA കിട്ടും. സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡും കിട്ടും. കൂടെ CHX3യും കിട്ടും. ഇവിടെ ഏത് X ആണ് എടുക്കുന്നത്? 3 എണ്ണം കിട്ടും. CH3 എന്ന് പറഞ്ഞാൽ CH ആവും. CHX3യും കിട്ടും. ഇതിൽ CHX3 വിളിക്കുന്ന പേരാണ് ഹാലോഫോം. അത് ക്ലോറിനാണ് വരുന്നതെങ്കിൽ ക്ലോറോഫോം, ബ്രോമിനാണ് വരുന്നതെങ്കിൽ ബ്രോമോഫോം, അയഡിനാണ് വരുന്നതെങ്കിൽ അയഡോഫോം. ഇമ്പോർട്ടൻ്റ് റിയാക്ഷനാണ് ഹാലോഫോം റിയാക്ഷൻ. അപ്പോൾ ഹാലോഫോം റിയാക്ഷൻ കീറ്റോൺസിൻ്റെ കേസിലാണ് നമുക്ക് കിട്ടുന്നത്. കീറ്റോൺസിൽ സെക്കൻഡ് കാർബണിൽ C ഡബിൾ ബോണ്ടോ വരുന്ന കേസ്. സെക്കൻഡ് കാർബണിൽ C ഡബിൾ ബോണ്ടോ വന്നാൽ മാത്രമേ കീറ്റോൺസിന് ഹാലോഫോം റിയാക്ഷൻ തരാൻ പറ്റും. കീറ്റോൺസിൽ അതുകൂടാതെ ആൽഡിഹൈഡിനും ഹാലോഫോം റിയാക്ഷൻ തരാൻ പറ്റും. ആൽഡിഹൈഡിന് തരണമെങ്കിൽ CHO ഗ്രൂപ്പ് വരണം. CHO ഗ്രൂപ്പ് നമ്മുടെ CHO ഗ്രൂപ്പാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അയഡോഫോമോ ഹാലോഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ ക്ലോറോഫോമോ ബ്രോമോഫോമോ അയഡോഫോമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം കീറ്റോൺസിൻ്റെ കേസിൽ NaOXുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? അയഡോഫോം കിട്ടും. ഇതാണ് അയഡോഫോം റിയാക്ഷൻ. അടുത്തത് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് റിയാക്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് ഒരു റിയാക്ഷൻ മാത്രമാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. കാരണം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ട്. അതാണ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു വെക്കേണ്ടത്. അപ്പം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് ഞാൻ RMgX എന്ന് എടുക്കുകയാണ്. ഇത് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് C ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O. ഇതിനെ വിളിക്കുന്ന പേരാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. കാർബണും ഓക്സിജനും തമ്മിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ അത് ക്യാൻസലായി പോകും. ഇലക്ട്രോനെഗറ്റീവ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഓക്സിജനൊരു പാർഷ്യൽ നെഗറ്റീവും ഇതിനൊരു പാർഷ്യൽ പോസിറ്റീവും കിട്ടും. ഇവിടെ Rന് മൈനസ് ചാർജും MgXന് പ്ലസ് ചാർജുമാണ്. അപ്പോൾ R വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും, ഈ കാർബണിൽ അറ്റാച്ച് ചെയ്യും. MgX വന്ന് ഇവിടെ അറ്റാച്ച് ചെയ്യും. നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് C ഒരു ഡബിൾ ബോണ്ടോ അങ്ങനെ തന്നെയുണ്ട്, അതിന് മാറ്റമില്ല. ഞാൻ മുകളിലോട്ട് എഴുതിയേക്കാണ്. ഈ കാർബണിൽ R വരും, ഈ കാർബണിൽ R വന്ന് അറ്റാച്ച് ചെയ്യും. പിന്നെ വേറെ ഒരു O ഉണ്ട്. O ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആകും, കാരണം MgX വന്ന് അറ്റാച്ച് ചെയ്യും. MgX
ഇനി നമ്മൾ ഇതിനകത്ത് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. ഇവിടെ എച്ച് വരും, ഇവിടെ ഒ എച്ച് വരും. അപ്പോൾ എന്ത് കിട്ടും? RCOOH വരും, MgXOH വരും. ഇതാണ് റിയാക്ഷൻ. ഇത് കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് കാർബോക്സിലിക് ആസിഡിനെ പ്രിപ്പയർ ചെയ്യുന്ന റിയാക്ഷനാണ്. ഇതാണ് ഗ്രിഗ്നാർഡ് റിയേജൻ്റ് കേസിൽ നിങ്ങൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. കാരണം ഗ്രിഗ്നാർഡ് റിയേജൻറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡും ഗ്രിഗ്നാർഡ് റിയേജൻറ്റും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്. അപ്പം ഗ്രിഗ്നാർഡ് റിയേജൻ്റ് RMgX അത് കാർബൺ ഡൈ ഓക്സൈഡ് ഡബിൾ ബോണ്ടോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. Rന് നെഗറ്റീവ് ചാർജ് ആണ്, അത് വന്ന് കാർബണിൽ അറ്റാച്ച് ചെയ്യുന്നു. MgX വന്ന് ഓയിൽ അറ്റാച്ച് ചെയ്യുന്നു. ഡബിൾ ബോണ്ട് O MgX വരും. ദെൻ വാട്ടർ ആഡ് ചെയ്യുന്നു, HOHും ഓയുടെ കൂടെ H വരും, MgXൻ്റെ കൂടെ OH വരും. ഗ്രിഗ്നാർഡ് റിയേജൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി ഹൈഡ്രോ കാർബൺ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഹൈഡ്രോ കാർബണെ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന എല്ലാ റിയാക്ഷൻസും നിങ്ങൾ നോക്കി വെച്ചേക്കണം. അതായത് ഇപ്പം ബെൻസീൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു ഹൈഡ്രോ കാർബൺ വരികയാണ്, ഫോർ എക്സാമ്പിൾ R. ഇതിനകത്തോട്ട് നമ്മൾ KMnO4 അല്ലെങ്കിൽ KOH, KMnO4 ബാർ KOH ഫോളോഡ് ബൈ H3O+, ആസിഡ് കാറ്റലൈസ്ഡ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ R ഗ്രൂപ്പ് മാറിയിട്ട് അതിന് പകരം നമുക്ക് കിട്ടുന്നത് COOH ആയിരിക്കും, കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് റിഡക്ഷൻ ഓഫ് ഹൈഡ്രോ കാർബൺ ടു കാർബോക്സിലിക് ആസിഡ്. ഹൈഡ്രോ കാർബണെ കാർബോക്സിലിക് ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. ബെൻസീൻ ഇങ്ങനെ മുകളിൽ വരുന്ന ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ, ആൽക്കെയിൻസ് ആണെങ്കിൽ അവരെ നമുക്ക് എന്തായിട്ട് ഹൈഡ്രോ കാർബൺ ബെൻസീൻ റിങ്ങിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തൊരു KMnO4 KOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അത് COOH ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിൽ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, നമ്മൾ കാർബോക്സിലിക് ആസിഡിൻ്റെ പ്രിപ്പറേഷനകത്ത് പഠിക്കുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഓൾ നെയിംഡ് റിയാക്ഷൻസ്. അതിനകത്ത് കുറേ നെയിംഡ് റിയാക്ഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വേണ്ടത് ടോളറൻസ് ടെസ്റ്റും ഫെയിലിംഗ് ടെസ്റ്റുമാണ്. രണ്ടും ആൽഡിഹൈഡ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ടോളറൻസ് എന്ന് പറയുന്നത് ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിയാക്കൽ സിൽവർ നൈട്രേറ്റ് ആണ്, അല്ലേ? സിൽവർ നൈട്രേറ്റ് ആണ്. ഇത് നമ്മളുടെ എന്തിലോട്ട് ആഡ് ചെയ്താൽ, നമ്മുടെ ആൽഡിഹൈഡിലോട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിൽവർ മിറർ കിട്ടും, അല്ലേ? സിൽവർ മിറർ. ഫെയിലിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ്, അല്ലെ? ഫെയിലിംഗ് എയും ഉണ്ട്, ഫെയിലിംഗ് ബിയും ഉണ്ട്. സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്, ദെൻ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് നമ്മൾ ഒരു പേരും വിളിക്കാറുണ്ട്, റോഷെല്ലി സാൾട്ട്. അപ്പോൾ നമുക്ക് ഫെയിലിംഗ് എ ഉണ്ട്, ഫെയിലിംഗ് ബി ഉണ്ട്. ഫെയിലിംഗ് ബി ആണ് സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ്. ഫെയിലിംഗ് എ എന്ന് പറയുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്, അല്ലെ? ഒരു റെഡ് പ്രസിപ്പിറ്റേറ്റ് നമുക്ക് കിട്ടും. റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? ആൽഡിഹൈഡ് ഉണ്ടെന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ രണ്ടെണ്ണം നെയിംഡ് റിയാക്ഷനകത്ത് നമ്മൾ ഇതിപ്പം ടോളറൻസ് ടെസ്റ്റും ഫെയിലിംഗ് ടെസ്റ്റുമാണ്. അതുകൂടാതെ നമുക്ക് റോസൻമണ്ട് റിഡക്ഷൻ ഉണ്ട്, പിന്നെ എറ്റാഡ് റിയാക്ഷൻ ഉണ്ട്, ഗട്ടർമാൻ കോച്ച് റിയാക്ഷൻ ഉണ്ട്, സ്റ്റീഫൻസ് റിയാക്ഷൻ ഉണ്ട്, പിന്നെ HVZ റിയാക്ഷൻ ഉണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ നമുക്ക് വുഫ്-കിഷ്ണർ റിഡക്ഷൻ ഉണ്ട്. അപ്പോൾ അതെല്ലാം റോസൻമണ്ട് റിഡക്ഷൻ ഉണ്ട്. ഇതെല്ലാം പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പം അത് കൂടാതെ ടോളറൻസും ഫെയിലിംഗ് രണ്ടും ആൽഡിഹൈഡിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്. ടോളറൻസിൻ്റെ കേസിൽ ഫ്രഷ്ലി പ്രിപ്പയർഡ് അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ്, ആൽഡിഹൈഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ സിൽവർ മിറർ കിട്ടും. സിൽവർ മിറർ കിട്ടിയാൽ ആൽഡിഹൈഡ് ഉണ്ട്, ഇല്ലെങ്കിൽ ആൽഡിഹൈഡ് ഇല്ല. ഫെയിലിംഗ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഫെയിലിംഗ് എയുടെയും ബിയുടെയും കൂടെ മിക്സ്ഡാണ്. ഫെയിലിംഗ് എ എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് ആണ്. ഫെയിലിംഗ് ബി എന്ന് പറയുമ്പോൾ റോഷെല്ലി സാൾട്ട് അല്ലെങ്കിൽ സോഡിയം പൊട്ടാസ്യം ടാർട്ടറേറ്റ് ആണ്. രണ്ടും ആഡ് ചെയ്യുമ്പോൾ ഫെയിലിംഗ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റെഡ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ ആൽഡിഹൈഡ് ഉണ്ട്. ഓക്കെ, അതാണ് ഫെയിലിംഗ് ടെസ്റ്റും ടോളറൻസ് ടെസ്റ്റും. അത് രണ്ടും മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ബെനഡിക്ട് ടെസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കത് എക്സാമിന് അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. രണ്ടാണ്. പിന്നെ ഓസോണോളിസിസ് ഓഫ് ആൽക്കീൻസിൻ്റെ ഓസോണോളിസിസ് സിമ്പിളാണ്. ഒരു ആൽക്കീൻ എടുക്കുക, നമ്മളത് +2ലും +1ലും പഠിച്ചാണ്. CH2 ഡബിൾ ബോണ്ട് CH2 ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്താ ചെയ്യേണ്ട? ഡബിൾ ബോണ്ട് അങ്ങ് മായ്ക്കുക, അങ്ങനെ അങ്ങ് പഠിക്കുക. CH2 ഡബിൾ ബോണ്ട് മായിച്ചു, CH2 ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുക, രണ്ടിനെയും കൂടെ ബ്രിഡ്ജ് ചെയ്ത് ഓക്സിജൻ. ഇതാണ് ഓസോണൈഡ്, ഇതാണ് ഇൻ്റർമീഡിയറ്റ്. ഇതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് H2O ബാർ സിങ്ക് ആഡ് ചെയ്യും. സിങ്കിൻ്റെ പ്രസൻസിൽ H2 ആഡ് ചെയ്യും. ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യും, അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? CH2O വിളിക്കുന്ന പേര് HCH എന്നാണ്. CH2O എന്നല്ല നമ്മൾ എഴുതേണ്ടത്, ആക്ച്വലി എന്താണ് എഴുതേണ്ട? HCH. ആൽഡിഹൈഡ് കിട്ടി. ഇത് ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും രണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ് ഓസോണോളിസിസ്. ആൽക്കീൻ എടുക്കുക, ഓസോണോളിസിസ് ചെയ്യുക. വേറെ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആൽക്കീൻ എടുക്കാം. ഒരു 3 കാർബൺ വരുന്ന ആൽക്കീൻ എടുക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2. ഇവിടെയും ഡബിൾ ബോണ്ട് മാത്രം മായ്ക്കുക. CH3 CH ഡബിൾ ബോണ്ട് മായ്ച്ചു.
ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക, ഇവിടെ ഒരു ഓക്സിജൻ കൊടുക്കുക. ഡബിൾ ബോണ്ട് കൊടുത്തെടുത്ത് ഓരോ ഓക്സിജൻ കൊടുക്കുക, രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യാം. ഇതാണ് ഒസണൈഡ്. ഇതിനകത്തോട്ട് H2O ബാർ സിങ്ക് കൊടുക്കുന്നു, ഇങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. CH3 CHO, പിന്നെ CH2O വിളിക്കുന്ന പേര് HCHO. സിമ്പിൾ സാധനം. ഇവിടെ രണ്ടിടത്തും ആൽഡിഹൈഡാണ് കിട്ടിയത്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് CH3 ഡബിൾ ബോണ്ട് CH2, അതായത് ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന കാർബണിനകത്ത് ബ്രാഞ്ച് വല്ലതും വന്നാൽ നിങ്ങൾക്ക് ആ സൈഡ് കീറ്റോൺ ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ നോക്കുക, ഡബിൾ ബോണ്ട് ഫോം ചെയ്തേക്കുന്ന കാർബൺ ഇവിടെ ബ്രാഞ്ച് ഇല്ല, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ ഈ സൈഡ് കീറ്റോൺ ആവും, ഈ സൈഡ് ആൽഡിഹൈഡ് ആവും. നോക്കാം നമുക്ക്. ഡബിൾ ബോണ്ട് മായ്ക്കുക. CH3 സിക്കകത്ത് ഒരു CH3 ഉണ്ട്, ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഡബിൾ ബോണ്ട് മായിച്ചു CH2, ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, രണ്ടിനെയും കൂടെ കണക്ട് ചെയ്യുക, ബ്രിഡ്ജ് ചെയ്തൊരു ഓക്സിജൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നു. എന്ത് കിട്ടും? CH3COCH3 അല്ലേ? CH3COCH3, അതായത് ഈ പോർഷൻ കീറ്റോണായി, ഈ പോർഷൻ CH2 എന്ന് പറഞ്ഞാൽ ആരാ? HCHO. സിമ്പിൾ സാധനം. ഇതാണ് ഓസോണോളിസിസ് ഓഫ് ആൽക്കൈൻ. സിമ്പിളാണ്, പഠിച്ചു വെച്ചോണേ. പിന്നെ വരുന്നത് ഇലക്ട്രോഫിലിക് റിയാക്ഷനാണ്. രണ്ട് റിയാക്ഷൻ നമുക്ക് പഠിക്കാനുള്ളൂ. അത് ആസിഡിൻ്റെ രണ്ട് റിയാക്ഷനാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡ് എടുക്കുന്നു, അതിനകത്ത് നൈട്രേഷൻ ചെയ്യുന്നു. നൈട്രേഷൻ എന്ന് പറഞ്ഞാൽ ആരാ? HNO3 ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് കാർബോക്സിലിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിലും NO2 വരും, കാർബോക്സിലിക് ആസിഡിൻ്റെ ഏത് പൊസിഷനിലും പാരാ പൊസിഷനിലും ആര് വരും? NO2 വരും. ഇതാണ് ഒരു റിയാക്ഷൻ. ഇനി കാർബോക്സിലിക് ആസിഡ് എടുത്തോട്ട് ഇതിനകത്തോട്ട് H2SO4 ആഡ് ചെയ്യുന്നു. അപ്പം SO3H ഓർത്തോ പൊസിഷനിലും വരും, SO3H പാരാ പൊസിഷനിലും വരും. ഇതാണ് രണ്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ രണ്ടെണ്ണേ പഠിക്കാനുള്ളൂ കാർബോക്സിലിക് ആസിഡിൻ്റെ കേസിൽ. ഓക്കെ, സിമ്പിൾ സാധനം. ഓക്കെ, ദെൻ അടുത്തത് പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് ആണ്. അമീൻസിനൊരു 3-4 പ്രിപ്പറേഷൻ ഉണ്ട്. റിഡക്ഷൻ വരുന്നുണ്ട്, റിഡക്ഷൻ ഓഫ് കീറ്റോൺസിൻ്റെ റിഡക്ഷൻ വരുന്നുണ്ട്, ദെൻ നമ്മുടെ നൈട്രൈൽസിൻ്റെ റിഡക്ഷൻ വരുന്നുണ്ട്, പിന്നെ അതിനൊക്കെ അല്ലാതെ കുറേ റിയാക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് അമീൻസ് മസ്റ്റായിട്ടും പഠിച്ചിട്ട് 3-4 റിയാക്ഷൻ, ഒരു മിനിമം ഒരു 3 എണ്ണമെങ്കിലും മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോകണം. മിനിമം ഒരു 3 എണ്ണം. അത് ഞാൻ പറയാത്തതിന് കാരണം ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നൊരു 3 എണ്ണം പഠിച്ചിട്ട് പോകാം. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാത്തത്. ഒരു 2-3 എണ്ണം മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകണം. എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടെണ്ണം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഏതാണോ അതിൽ 2-3 എണ്ണം പഠിച്ചിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ അത് മാത്രമേ പറയുന്നുള്ളൂ. അതിനകത്ത് പ്രിപ്പറേഷൻ ഓഫ് അമീൻസിൽ നെയിംഡ് റിയാക്ഷൻ, അതിനകത്ത് പ്രിപ്പറേഷനകത്ത് തന്നെ വരുന്നതാണ് ഈ ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ, ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് അതിനകത്ത് വരുന്നതാണ്. ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് അമീൻസിൻ്റെ പ്രിപ്പറേഷനാണ്. പക്ഷേ അത് ഞാൻ സെപ്പറേറ്റ് എടുക്കാൻ കാണാൻ നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അല്ലാതെ നമുക്ക് ഒരു പ്രിപ്പറേഷൻ 2-3 എണ്ണം പഠിച്ചു വെച്ചേക്കാം കേട്ടോ. പിന്നെ അമീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ്. അമീൻസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അമീൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അമീൻസിനെ 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസ്. പിന്നെ അമീൻസിൻ്റെ ബേസിസിറ്റി പറയുക. അത് പിന്നെ നമ്മൾ എടുത്ത് പറയുന്നത് കൊണ്ട് പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചേക്കാം. അമീൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ജസ്റ്റ് വായിച്ച് വെച്ചാൽ മാത്രം മതി. ഓക്കെ, വേറെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ജസ്റ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് വായിച്ച് വെക്കുക. പിന്നെ വരുന്നത് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ അമോണോളിസിസ്. ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ അമോണോളിസിസ് എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡിനെ അമോണിയവുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. അതായത് RX എടുക്കുന്നു, ഇതാണ് ആൽക്കൈൽ ഹാലൈഡ്, എന്നിട്ട് അമോണിയവുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. നമുക്ക് കിട്ടുന്നത് പ്രൈമറി അമീൻ കിട്ടും, സെക്കൻഡറി അമീൻ കിട്ടും, ടെറിഷറി അമീൻ കിട്ടും, ക്വാട്ടേണറി അമീനും കിട്ടും. 4 എണ്ണവും കിട്ടും. അതാണ് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. പ്രൈമറി കിട്ടും, സെക്കൻഡറി കിട്ടും, ടെറിഷറി കിട്ടും, ക്വാട്ടേണറി കിട്ടും. 4 എണ്ണവും കിട്ടും. നോക്കാം നമുക്ക്. RX NH3 മാറ്റി ആദ്യം പ്രൈമറി RNH2 കിട്ടും, പ്ലസ് R2NH കിട്ടും സെക്കൻഡറി, പ്ലസ് R3N കിട്ടും ടെറിഷറി, പ്ലസ് R3N പ്ലസ് R4N പ്ലസ് X മൈനസ് ഇതും കിട്ടും. 4 എണ്ണവും കിട്ടും. പ്രൈമറി കിട്ടും, സെക്കൻഡറി കിട്ടും, ടെറിഷറി കിട്ടും, ക്വാട്ടേണറി കിട്ടും. 4 എണ്ണവും കിട്ടും. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് അമോണോളിസിസ് ഓഫ് ആൽക്കൈൽ. അമോണോളിസിസ് പറഞ്ഞാൽ അമോണിയ ആഡ് ചെയ്യുന്നു. ആൽക്കൈൽ ഹാലൈഡോട് അമോണിയ ആഡ് ചെയ്താൽ പ്രൈമറി അമീൻ കിട്ടും, സെക്കൻഡറി അമീൻ കിട്ടും, ടെറിഷറി അമീൻ കിട്ടും, ക്വാട്ടേണറി അമീനും കിട്ടും. ഈ R എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഗ്രൂപ്പാണ്. അമോണോളിസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു, നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നു? അമോണിയ ആഡ് ചെയ്യുന്നു. അപ്പോൾ X മാറി ആദ്യം NH2 കൊടുക്കുക, പിന്നെ X മാറി NH കൊടുക്കുക. NH കൊടുക്കുമ്പോൾ ഈ എടുത്തേക്ക് നാളെ 2 എണ്ണം ആക്കണം. പിന്നെ N ആണ് കൊടുക്കുന്നതെങ്കിൽ എടുത്തേക്ക് നാളെ 3 എണ്ണം ആക്കണം. പിന്നെ N പ്ലസ് X മൈനസ് ആണെങ്കിൽ എടുത്തേക്ക് നാളെ 4 എണ്ണം ആക്കണം. ഇപ്പോൾ CH3X ആണെങ്കിൽ CH3Cl NH3യുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ആദ്യം Cl മാറ്റി NH2 ആക്കുക. R അങ്ങനെ തന്നെ എഴുതുക. CH3
ദെൻ Cl മാറ്റി NH2 കൊടുക്കും. പിന്നെ R2NH, R ആരാ? CH3 ആണ്. അപ്പോൾ CH3 twice NH. പിന്നെ എന്തോ R3N എന്ന് പറയുമ്പോൾ CH3 3 വട്ടം, അപ്പോൾ CH3 thrice N. പിന്നെ R4N എന്ന് പറയുമ്പോൾ CH3 4 എണ്ണം N പ്ലസ് X മൈനസ്, X എന്ന് പറയുമ്പോൾ ആരാ? Cl മൈനസ്. ഇതാണ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ക്വാട്ടർണറി. ഇതാണ് അമണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, അതും കഴിഞ്ഞു. അമണോളിസിസ് ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഹോഫ്മാൻസ് ബ്രോമോമൈഡ് റിയാക്ഷനാണ്. ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് നമുക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. ഹോഫ്മാൻസ് ബ്രോമോമൈഡ് റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു അമൈഡ് എടുക്കുന്നു. അമൈഡിനെ നമ്മൾ ബ്രോമിൻ ആഡ് ചെയ്യുന്നു, NaOH. ബ്രോമിനും NaOH ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് അമീനായിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹോഫ്മാൻസ്. സ്ഥിരം ചോദിക്കുന്നതാണ്, അതാണ് എടുത്ത് പ്രത്യേകിച്ച് പറയുന്നത്. അതായത് അമീൻസിൻ്റെ പ്രിപ്പറേഷൻ തന്നെയാണ്, പക്ഷേ നമ്മളിത് അതാണ് ഞാൻ പ്രത്യേകിച്ച് അമീൻസിൻ്റെ പ്രിപ്പറേഷൻ വേറെ 2-3 പഠിച്ചു വെച്ചേക്കണമെന്ന് പറഞ്ഞത്. ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നത്, ഇതും ഗബ്രിയൽ താലിമൈഡും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്നത്. അല്ലാതെ നിങ്ങളൊരു 3 നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിനകത്ത് അമൈഡ് ബ്രോമിനും NaOH ആഡ് ചെയ്യുമ്പോൾ അമീനാവും. അമൈഡിനെ നമുക്ക് എഴുതാം RCONH2. ഇതിനെ വിളിക്കുന്ന പേരാണ് അമൈഡ്, CONH2. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രോമിനും NaOH ആഡ് ചെയ്താൽ സംഭവിക്കുന്നത് CO അങ്ങ് മാറും, രണ്ടുപേരും കൂടെ ജോയിൻ ആവും. അപ്പോൾ എന്ത് കിട്ടും? RNH2. ഇതാണ് സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് കൂടെ കിട്ടുന്നത് Na2CO3 കൂടെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ സംഭവിക്കുന്നത് നോക്കാം. പോലെ നോക്കണേ. CH3CONH2 ഇതിനകത്തോട്ട് ഞാൻ ബ്രോമിനും NaOH ആഡ് ചെയ്യുന്നു. ബ്രോമോമൈഡ് റിയാക്ഷൻ, ഡിഗ്രഡേഷൻ റിയാക്ഷനാണ്. CO മാറി NH2 ആവും. അപ്പോൾ എന്ത് കിട്ടും? CH3NH2 കിട്ടും. അതിനോടൊപ്പം തന്നെ എന്ത് കിട്ടും? Na2CO3. ഇതാണ് റിയാക്ഷൻ. അമൈഡ് എടുക്കുന്നു, ബ്രോമിന് NaOH ആഡ് ചെയ്യുന്നു, പ്രൈമറി അമീൻ കിട്ടും. സിമ്പിൾ റിയാക്ഷൻ. ഇതാണ് ഹോഫ്മാൻസ് ബ്രോമോമൈഡ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണേ, മസ്റ്റായിട്ട് പഠിച്ചിട്ടേ പോവാളെ. ഓക്കെ, അടുത്തത് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നോക്കിക്കോണേ, ഇതാണ് താലിമൈഡ്. ബെൻസീൻ, C ഡബിൾ ബോണ്ട് O NH. ഇതാണ് താലിമൈഡ്. ഇതിനകത്ത് നിന്നാണ് നമ്മൾ ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് ഞാൻ NaOH ആഡ് ചെയ്യും. ഇതിങ്ങനെയാണ് പഠിക്കുക, വേറൊരു കാര്യമില്ല. സ്ഥിരം ചോദിക്കുന്ന ഗബ്രിയൽ താലിമൈഡ് റിയാക്ഷൻ, വേറെ ഒരു കാര്യമില്ല. ഇവിടുത്തെ OHും ഇവിടുത്തെ Hും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ പുറത്തും എണ്ണ ഇവിടെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. നമുക്ക് എന്ത് കിട്ടുമെന്ന് പറഞ്ഞേ? വേണ്ട, ബെൻസീറിങ് C ഡബിൾ ബോണ്ട് O NA വരും കൂടെ N. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ RXനെ ആഡ് ചെയ്യും. RX മീൻസ് ആൽക്കൈൽ ഹാലൈഡ്. നിങ്ങൾക്ക് ഏത് കാർബണുള്ള അമീനാണോ, എത്ര കാർബൺ വരുന്ന അമീനാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്, അത്രയും കാർബൺ വരുന്ന ആൽക്കൈൽ ഹാലൈഡിനെ ആഡ് ചെയ്യുക. 2 കാർബൺ കിട്ടേണ്ട അമീനാണെങ്കിൽ 2 കാർബൺ വരുന്ന ആൽക്കൈൽ CH3 CH2X. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് NAയും Xും കൂടെ ആര് പുറത്തു? NaX. പിന്നെ കിട്ടുന്നത് പറഞ്ഞേ, ബെൻസീറിങ്. ഓക്കെ, C ഡബിൾ ബോണ്ട് O N, പിന്നെ R അവിടെ കയറി ജോയിൻ ആവും. ഓക്കെ, ഇനി ഇതിനകത്തോട്ട് ഞാൻ NaOHനെ ആഡ് ചെയ്യുന്നു. NaOHനെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെ NaOH എന്ന് പറയുമ്പോൾ ONA മൈനസും H+ഉം ആണ്. ഓക്കെ, ഇത്രയും ഒരു പോർഷനാവും. അപ്പം ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ഇവിടെ H വരും, ഇവിടെ ONA വരും, ഇവിടെ ONA വരും. അപ്പോൾ എന്തിട്ടെന്ന് പറഞ്ഞാൽ ആറും ഇത്രയും കൂടെ ചേർന്ന് RNH2. അതായത് അമീൻ കിട്ടി, അമീൻ. പിന്നെ എന്താ വരുന്നതെന്ന് പറഞ്ഞ് ബെൻസീറിങ് അല്ലേ? C ഡബിൾ ബോണ്ട് O അതിൻ്റെ കൂടെ ആര്? ONA. ഇവിടെ ആര്? ONA. ഇതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ്. ഈ സ്ഥിരം ചോദിക്കുന്ന അതും ഹോഫ്മാൻസ് ബ്രോമോമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. അതായത് താലിമൈഡ് എടുക്കുന്നു, NaOH പകരം KOH ആഡ് ചെയ്യാൻ കേട്ടോ. ചില ബുക്കിനകത്തൊക്കെ KOH കൊടുത്തിട്ടുണ്ട്. KOH ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ കണക്കാണ് OH Hും കൂടെ കമ്പൈൻ ചെയ്യും,
നേരത്തെ ഇവിടെ എൻ എ കയറി, എൻ എക്ക് പകരം ആര് കയറും? ഇവിടെ കെ കയറും. ഇത്രയുള്ള വ്യത്യാസം. എൻ എക്ക് പകരം കെ ആവും. പിന്നെ കെയും എക്സും കൂടെ പുറത്തും ആർ ഇവിടെ കയറി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എൻ എ വെച്ച് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ബോണ്ട് ബ്രേക്ക് ചെയ്ത് നമുക്ക് പ്രൈമറി അമീൻ തിരിച്ചു കിട്ടും. ഇതാണ് ഗബ്രിയേൽ താലിബൈഡ് സിന്തസിസ്. ഓക്കെ, ഇനി അടുത്തത് ഒരു ടെസ്റ്റാണ്. ടെസ്റ്റിൻ്റെ പേര് ഹിൻസൻബർഗ് ടെസ്റ്റ് എന്നാണ്. ടെസ്റ്റിൻ്റെ പേര് ഹിൻസൻബർഗ് ടെസ്റ്റ് എന്നാണ്. ഹിൻസൻബർഗ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്. അതായത് ഏത് പ്രൈമറി, ഏത് സെക്കൻഡറി, ഏത് ടെർഷറി എന്ന് കറക്റ്റായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെസ്റ്റാണ് ഹിൻസൻബർഗ് ടെസ്റ്റ്. ഞാൻ തൊട്ട് താഴെ ഐസോസൈനൈഡ് ടെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് പ്രൈമറിയെ മാത്രം തിരിച്ചറിയാൻ പറ്റും, സെക്കൻഡറിയോ ടെർഷറിയോ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതായത് 3 തന്നു കഴിഞ്ഞാൽ അതിലേതാണ് പ്രൈമറി എന്ന് മാത്രം കണ്ടുപിടിക്കാൻ പറ്റും, മറ്റേത് രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. അതിലേത് സെക്കൻഡറി, ടെർഷറി എന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എന്നാൽ ഹിൻസൻബർഗ് ടെസ്റ്റിന് 3 വെച്ച് കഴിഞ്ഞാൽ 3ലും ഏതൊക്കെയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും. ഏത് പ്രൈമറി, ഏത് സെക്കൻഡറി, ഏത് ടെർഷറി എന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റും. എന്നാൽ ഐസോസൈനൈഡ് ടെസ്റ്റിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ കാർബൈലമൈൻ ടെസ്റ്റിൽ അങ്ങനെയല്ല. 3 വെച്ചേക്കുന്നു, ഒന്ന് പ്രൈമറി, ഒന്ന് സെക്കൻഡറി, ഒന്ന് ടെർഷറി. ഇതിലേതാണ് പ്രൈമറി എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ പറ്റും, മറ്റേത് രണ്ടിൽ ഏത് സെക്കൻഡറി, ടെർഷറി എന്ന് പറയാൻ പറ്റത്തില്ല. ആദ്യം ഞാൻ ഹിൻസൻബർഗ് ടെസ്റ്റ് പറയാം. ഹിൻസൻബർഗ് ടെസ്റ്റിൽ നമ്മൾ എടുക്കുന്ന റിയേജന്റ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻസീൻ സൾഫണൈൽ, എസ് ഡബിൾ ബോണ്ട് ഒ ഡബിൾ ബോണ്ട് ഒ സി, ഇതാണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്, SO2Cl. ഇതാണ് നമ്മുടെ റിയേജന്റ്. ഇത് നമ്മൾ പ്രൈമറിക്കകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. പ്രോഡക്റ്റ് എൻ ആൽക്കൈൽ സൾഫണമൈഡാണ്, നമൈഡാണ്. സോളുബിൾ ഇൻ ആൽക്കലി, ആൽക്കലിയിൽ സോളുബിൾ ആയിരിക്കും. സെക്കൻഡറിയുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. അത് എൻ ഡൈ ആൽക്കൈൽ സൾഫണമൈഡ് ആയിരിക്കും. പക്ഷേ അത് ഇൻസോളുബിൾ ഇൻ ആൽക്കലി ആയിരിക്കും, ആൽക്കലിയിൽ ഡിസോൾവ് ചെയ്യില്ല. ടെർഷറി ആണെങ്കിൽ ഇയാളുമായിട്ട് നോ റിയാക്ഷൻ നടത്തത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഹിൻസൻബർഗ് ടെസ്റ്റ് വഴി പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്? അതിനകത്തോട്ട് എന്താ റിയേജന്റ്? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ആണ് ഹിൻസൻബർഗ് ടെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റിയേജന്റ്. പ്രൈമറിയിലോട്ട് എടുത്താൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും, അതിനെ ആൽക്കലിക്കകത്ത് നമുക്ക് ഡിസോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റും. സെക്കൻഡറി നമുക്ക് പ്രൊഡക്റ്റ് തരും, പക്ഷേ ആൽക്കലിയിലിട്ടാൽ ഡിസോൾവ് ആകില്ല, ടെർഷറി റിയാക്ട് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ 3 ബീക്കർ എടുത്തിട്ട് ഒന്ന് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് 3 ആഡ് ചെയ്യുന്നു. ഏത് ബീക്കറിലാണോ റിയാക്ഷൻ നടക്കാത്തത് അത് ടെർഷറി. ഏതിലാണോ നടക്കുന്നത്, ബാക്കി 2 നടക്കുമല്ലോ, ആ നടക്കുന്ന 2 ആൽക്കലി ഒഴിച്ചു കൊടുക്കുക. ഏതിലാണോ പ്രസിപ്പിറ്റേറ്റ് ആൽക്കലി ഒഴിക്കുമ്പോൾ ഇല്ലാതാവുന്നത് അത് പ്രൈമറി, ഇല്ലാതാവാത്തത് സെക്കൻഡറി. ഇതാണ് ഹിൻസൻബർഗ് ടെസ്റ്റ്. ഇനി ഐസോസൈനൈഡ് ടെസ്റ്റിൽ നമുക്ക് പ്രൈമറിയെ മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ, സെക്കൻഡറി, ടെർഷറി അവർ തിരിച്ചറിച്ച് തരത്തില്ല. പ്രൈമറി ഏതാണെന്ന് കണ്ടുപിടിച്ച് തരും, പക്ഷേ സെക്കൻഡറി, ടെർഷറി തിരിച്ചറിയാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ എടുക്കുന്നത് അമീൻ എടുത്തിട്ട്, പ്രൈമറി അമീൻ എടുത്തിട്ട് നമ്മൾ സയനൈഡുമായിട്ട് NC-യുമായിട്ട്, ഇപ്പോൾ KCNോ NaCNോ അതിലേതെങ്കിലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് CH3NC ഐസോസൈനൈഡ് കിട്ടും. ഐസോസൈനൈഡ് ഫൗൾ സ്മെല്ലാണ്, ഒരു പ്രത്യേക സ്മെല്ലാണ്. അപ്പോൾ നമ്മളൊരു ബീക്കർ എടുത്തിട്ട് ഇപ്പോൾ KCN സയനൈഡ് വരണമെന്നുള്ളത്, ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത് CHCl3NaOH എന്നായിരിക്കും നിങ്ങൾ പഠിച്ചേക്കുന്നത് കേട്ടോ. CHCl3NaOH എന്നായിരിക്കും നിങ്ങൾ പഠിച്ചേക്കുന്നത്. അപ്പം നമ്മൾ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടെർഷറി അമീൻ 3 എടുത്തിട്ട് നമ്മൾ CHCl3NaOH ആദ്യത്തിനകത്ത് എടുക്കുന്നു, രണ്ടാമത്തിനകത്ത് എടുക്കുന്നു, മൂന്നിലിട്ട് കൊടുക്കുന്നു. ഏതിനകത്ത് നിന്നാണോ ഫൗൾ സ്മെല്ല് വരുന്നത് അത് പ്രൈമറി ആയിരിക്കും. മറ്റേത് രണ്ടും, സെക്കൻഡറിയും ടെർഷറിയും, അത് രണ്ടും റിയാക്ട് ചെയ്യത്തില്ല. ഇതാണ് ഐസോസൈനൈഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കാർബൈലമൈൻ ടെസ്റ്റ്. ഹിൻസൻബർഗ് പ്രത്യേകം ശ്രദ്ധിച്ചോളാം, പ്രൈമറിയെ മാത്രം മനസ്സിലാക്കിയാൽ മതിയെങ്കിൽ ഐസോസൈനൈഡ് ടെസ്റ്റ് യൂസ് ചെയ്താൽ മതി, CHCl3NaOH. എന്നാൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഡിസ്റ്റിങ്വിഷ് ചെയ്യണമെങ്കിൽ ഹിൻസൻബർഗ് ടെസ്റ്റ്, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് ചെയ്യാം. ഓക്കെ, സോ അത് രണ്ടുമായി. ഗബ്രിയേൽ താലിബൈഡ് സിന്തസിസായി, അമണോളിസിസ് ഓഫ് ആൽക്കീൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കൽ ഹാലൈഡിൻ്റെ അമണോളിസിസ്, ഹിൻസൻബർഗ് ടെസ്റ്റ്, ഐസോസൈനൈഡ് ടെസ്റ്റ്. പിന്നെ വരുന്നത് ബേസിസിറ്റിയാണ്. ബേസിസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അമീൻസിൻ്റെ ബേസിസിറ്റി വരുന്നത് ടെർഷറി അമീൻസ് ആണ് മോർ ബേസിക്, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി. അതായത് R3N, എന്നിൻ്റെ കൂടെ H ഇല്ല എന്നുണ്ടെങ്കിൽ അവരാണ് ഏറ്റവും ബേസിക്. പിന്നെ എന്നിൻ്റെ കൂടെ ഒരു H വരുന്ന ആൾ
പിന്നെ എന്നിൻ്റെ കൂടെ 2H വരുന്ന ആൾക്കാർ. ഇങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. എണ്ണിനകത്ത് ഹൈഡ്രജൻ ഇല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും ബേസിക്. പിന്നെ എണ്ണിനകത്ത് 1 ഹൈഡ്രജൻ വരുന്ന ആൾ, പിന്നെ എണ്ണിനകത്ത് 2 ഹൈഡ്രജൻ വരുന്ന ആൾക്കാർ. ഓക്കെ, ഇവരെ കാട്ടിയും ബേസിസിറ്റി കുറവായിരിക്കും ബെൻസീനകത്ത് NH2 വന്നാൽ. അതായത് 3 ഹൈഡ്രജൻ ഇല്ലാത്ത നൈട്രജൻ വരുന്ന ആളാണ് ഏറ്റവും ബേസിക്. പിന്നെ 1 ഹൈഡ്രജൻ വരുന്ന ആൾ, പിന്നെ 2 ഹൈഡ്രജൻ വരുന്ന ആൾ. അതിനെക്കാട്ടിയും കുറവായിരിക്കും 2 ഹൈഡ്രജൻ വരുന്നു ഏത് റിങ്ങിലാണെങ്കിൽ, ബെൻസീൻ റിങ്ങിലാണെങ്കിൽ. ഇതാണ് ഓർഡർ. കാരണം ഇവിടെ +I എഫക്റ്റ് ഉണ്ട്, അതുകൊണ്ട് നൈട്രജൻ ഇലക്ട്രോണിൻ്റെ എമൗണ്ട് കൂടും, അപ്പോൾ കൂടുതൽ കൊടുക്കാൻ പറ്റും. ഇവിടെ 2 +I എഫക്റ്റ്, ഇവിടെ ഒരു +I എഫക്റ്റ്. ഇവിടെ റെഫറൻസ് വഴി ഇലക്ട്രോണിനെ കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിനായിരിക്കും ഏറ്റവും ബേസിസിറ്റി കുറവ്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇത്രയാണ് നമുക്ക് അമീൻസിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ തന്നെ എക്സാമിന് പോയി നോക്കിയിട്ട് വാ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രേ ചോദിക്കത്തുള്ളൂ. പിന്നെ ബയോമോളിക്യൂൾസ് ആണ്. ബയോമോളിക്യൂൾസിൽ ഒളിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ്, അതായത് കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഹൈഡ്രോളിസിന്റെ ബേസിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? മോണോസാക്കറൈഡ് അല്ലേ, ദെൻ ഒളിഗോസാക്കറൈഡ്, ദെൻ പോളിസാക്കറൈഡ്. അതിൽ മോണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹൈഡ്രോളിസിസ് ഇല്ല, ഇനി ഹൈഡ്രോളൈസ് ചെയ്യാൻ പറ്റാത്തില്ല. ഏറ്റവും സിംപ്ലസ്റ്റ് യൂണിറ്റ് ആണ് മോണോ. ഒളിഗോ എന്ന് പറയുമ്പോൾ ഇനി ഹൈഡ്രോളൈസ് ചെയ്താൽ 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ്സിനെ തരും. അതാണ് ഒളിഗോ. ഒളിഗോയ്ക്ക് എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കുക. സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്, ഇതെല്ലാം ഒളിഗോയ്ക്ക് എക്സാമ്പിളാണ്. 2 മുതൽ 10 വരെ. ഇതെല്ലാം 2 എണ്ണം വീതം തരുന്ന ആൾക്കാരാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് പോളിസാക്കറൈഡ് ആണ്. പോളിസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ 10ൽ കൂടുതൽ മോണോസാക്കറൈഡ്സിനെ തരും. 10ൽ കൂടുതൽ മോണോസാക്കറൈഡ്സിനെ തരുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് പോളിസാക്കറൈഡ്. അതിന് എക്സാമ്പിൾ വരുന്നതാണ് ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, പിന്നെ സെല്ലുലോസ്. ഗ്ലൂക്കോസ് അല്ല, ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ, സ്റ്റാർച്ച്, സെല്ലുലോസ്. എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കും, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും സ്ട്രക്ചർ. ആ സൈക്ലിക് സ്ട്രക്ചറിലെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്? CHO അല്ലേ, CHOH, COH, CHOH, CHOH, then CH2OH. വിളിക്കുന്ന പേര് ആൽഫ ഡി ഗ്ലൂക്കോസ്. D+ ഗ്ലൂക്കോസ്. ഇനി ഫ്രക്ടോസ് ആകുമ്പോഴത്തേക്ക് CH2OH, C ഡബിൾ ബോണ്ട് O, COH, CHOH, CHOH, then CH2OH. ഇതിനെ വിളിക്കുന്ന പേര് D- ഫ്രക്ടോസ്. ഇനി ഇതിൻ്റെ സൈക്ലിക് ഫോം ഉണ്ട്, മറ്റേ ഇങ്ങനെ റിങ് വരച്ചത്, ഇങ്ങനെ ആൽഫ ഫോം അല്ലേ. ഇതാണ് ഇതിന് വേറൊരു ഫോം ഉണ്ട്, ബീറ്റ ഫോം. ഇവിടെ OH ഈ സൈഡിൽ വന്നാൽ ആൽഫ ഫോം, OH ഇവിടെ വന്നാൽ ബീറ്റ ഫോം. ബാക്കിയെല്ലാം കറക്റ്റ്. ഇവരെ ആനോമർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്, ആൽഫയും ബീറ്റയും. പഠിച്ചു വെച്ചോണേ. ഇതിനും സ്ട്രക്ചറുണ്ട്, നിങ്ങൾ പഠിച്ചതാണ് ഇത്. ഇതും ആൽഫയും ബീറ്റയും ഉണ്ട്, 2 എണ്ണം ഉണ്ട്. മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കാം. പിന്നെ ഗ്ലൂക്കോസിൻ്റെ കുറേ റിയാക്ഷനിൽ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പറ്റുന്ന മറ്റേ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ഗ്ലൂക്കോസിനെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? N-ഹെക്സൈൻ കിട്ടും. അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ 6 കാർബൺ ആറ്റം സ്ട്രൈറ്റ് ചെയിനിലാണ്. HCN-ഉമായിട്ട് നമ്മൾ ഗ്ലൂക്കോസിനെ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സയാനോ ഹൈഡ്രജൻ കിട്ടും. അപ്പോൾ ഗ്ലൂക്കോസിൽ ഏത് ഗ്രൂപ്പുണ്ട്? കാർബണൈൽ ഗ്രൂപ്പുണ്ട്. അതൊന്നും കൂടെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ NH2OH-ഉമായിട്ട് ഗ്ലൂക്കോസിനെ റിയാക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ എന്ത് കിട്ടി? ഹൈഡ്രോക്സിലമീൻ കിട്ടി. അപ്പോഴും കാർബണൈൽ ഗ്രൂപ്പ് കൺഫേം ചെയ്തു. അപ്പോൾ കാർബണൈൽ ഗ്രൂപ്പ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 2 റിയാക്ഷൻ, HCN-ഉം NH2OH. പിന്നെ അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്തു. ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഗ്ലൂക്കോസിനകത്തോട്ട് ബ്രോമിൻ വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഗ്ലൂക്കോണിക് ആസിഡ് കിട്ടി. അപ്പം CHO ഗ്രൂപ്പ് ഉണ്ടെന്ന് കൺഫേം ആയി. പിന്നെ അസറ്റിക് അൺഹൈഡ്രേറ്റഡ് ഗ്ലൂക്കോസിനകത്ത് ആഡ് ചെയ്തു, പെൻഡാ അസറ്റേറ്റ് കിട്ടി. അപ്പോൾ 5 OH ഗ്രൂപ്പ് ഉണ്ട്. HNO3 ആഡ് ചെയ്തു, സാക്കറിക് ആസിഡ് കിട്ടി. അപ്പം ഒരു OH പ്രൈമറിയാണ്. പിന്നെ ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ മസ്റ്റായിട്ടും പഠിക്കണേ. പിന്നെ വരുന്നത് പ്രോട്ടീൻ്റെ സ്ട്രക്ചറാണ്. അറിയാം, പ്രോട്ടീന് 4 സ്ട്രക്ചറുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. പ്രൈമറി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രോട്ടീനിൻ്റെ സീക്വൻസ് ആണ്. അതായത് ഏതൊക്കെ പ്രോട്ടീൻസ് നമുക്ക് മൊത്തം അമിനോ ആസിഡ് ചേരുമ്പോഴാണ് നമുക്ക് പ്രോട്ടീൻസ് കിട്ടുന്നത്. അതിനകത്ത് ആൽഫ അമിനോ ആസിഡ് മാത്രമാണ് ചേരുന്നത്. ആൽഫ
ആൽഫ അമിനോ ആസിഡ് 20 എണ്ണം ഉണ്ട്. അതിനെ നമ്മൾ എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പഠിച്ചു വെച്ചോണേ, എസെൻഷ്യലും നോൺ എസെൻഷ്യലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പഠിച്ചു വെച്ചോണം. പിന്നെ പ്രോട്ടീൻ്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്, ക്വാട്ടർണറി ഉണ്ട്. പ്രൈമറി അമിനോ ആസിഡിൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ ഇതാണ് പ്രോട്ടീൻ്റെ ക്യാരക്ടർ തീരുമാനിക്കുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഈ പ്രോട്ടീൻ്റെ ഫോൾഡിംഗ് ആണ്. അത് ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡും 2 എണ്ണം ഉണ്ട്. പിന്നെ ടെറിഷറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സെക്കൻഡറിയുടെ പിന്നെയുള്ള ഫോൾഡിംഗ് ആണ്. അത് 2 എണ്ണം ഉണ്ട്, ഗ്ലോബുലാറും ഫൈബ്രസും. അത് രണ്ടിന് എക്സാമ്പിൾ പഠിക്കണേ. ഗ്ലോബുലാറിന് എക്സാമ്പിൾ ആൽബുമിനും ഇൻസുലിനും ആണ്. ഫൈബ്രസിന് എക്സാമ്പിൾ കെരാറ്റിനും മയോസിനും ആണ്. പിന്നെ ക്വാട്ടർണറി സ്ട്രക്ചർ, ഫൈനൽ സ്ട്രക്ചർ. പിന്നെ ഈ പ്രോട്ടീൻ്റെ ഇത് പറയുമ്പോഴത്തേക്ക് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനും കൂടെ പറയണം. അതായത് നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയായ ടെമ്പറേച്ചറോ pHോ ഏതെങ്കിലും ചേഞ്ച് ചെയ്താൽ പ്രോട്ടീൻ അതിൻ്റെ സെക്കൻഡറി ടെറിഷറി സ്ട്രക്ചർ പൊട്ടിക്കും, പ്രൈമറി സ്ട്രക്ചർ മാത്രം എക്സിസ്റ്റ് ചെയ്യും. എന്നിട്ട് അത് കട്ടിയുള്ളൊരു വസ്തുവായിട്ട് മാറും, സോളിഡ് മാസ്സായിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. അതാണ് മറ്റേ മുട്ട പുഴുങ്ങുമ്പോൾ കട്ടിയാവുന്നത്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനാണ്. പ്രൈമറി സ്ട്രക്ചർ മാത്രം എക്സിസ്റ്റ് ചെയ്യും. പ്രൈമറി സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രോട്ടീൻ്റെ സ്വഭാവം എന്താണോ അത് മാറത്തില്ല. കാരണം പ്രോട്ടീൻ്റെ സ്വഭാവം തീരുമാനിക്കുന്ന പ്രൈമറി സ്ട്രക്ചറാണ് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. പിന്നെ വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി, വിറ്റാമിൻ എ ഡെഫിഷ്യൻസി, നൈറ്റ് ബ്ലൈൻഡ്നസ്, വിറ്റാമിൻ ബി ബെറി, വിറ്റാമിൻ സി സ്കർവി, വിറ്റാമിൻ, അത് ഓരോ വിറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി മസ്റ്റായിട്ടും പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഹോർമോൺസ് എന്താണ്, ഹോർമോൺസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ മാത്രം പഠിച്ചു വെച്ചേക്കുക. എന്താണ് ഹോർമോൺസ്? നമ്മുടെ ബോഡിയിലെ ഇൻ്റർ സെല്ലുലാർ മെസ്സഞ്ചേഴ്സിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്. സെല്ലിൻ്റെ ഇടയ്ക്ക് മെസ്സേജസ് പാസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവരെന്താണ് ഡെഫിനിഷൻ മാത്രം 1-2 എക്സാമ്പിൾ പഠിച്ചു വെച്ചേക്കാം. പിന്നെ DNA RNA കമ്പാരിസൺ, അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്, ഏതൊക്കെ ബേസസ് ഉണ്ട്. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, മറ്റേത് റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. പിന്നെ പ്രോട്ടീൻ സിന്തസിസിൽ RNA ഉണ്ട്, മറ്റേടത്ത് പ്രോട്ടീൻ സിന്തസിസ് ഇല്ല. അഡിനിൻ ഗ്വാനിൻ തൈമിൻ സൈറ്റോസിൻ ആണ് DNA. അഡിനിൻ ഗ്വാനിൻ തൈമിന് പകരം യുറാസിൽ സൈറ്റോസിനാണ് RNA. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇത്രയും പഠിച്ചിട്ട് പോയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട. ഇത്രയും ടോപ്പിക്സ് പഠിച്ച് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഇതിന് പഠിക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ. പഠിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാൻ പോവുക. എന്നിട്ട് വന്നിട്ട് കമൻറ്റ് ചെയ്യുക ഏതൊക്കെ ചോദിച്ചു ഏതൊക്കെ ചോദിച്ചില്ല എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നല്ലോണം പോയി എക്സാം എഴുതാം.